കടന്നുപോയി ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ കർത്താവ് നമുക്കിടയാക്കി. എൻ്റെ മുൻപിൽ ആരുമില്ലാതെ ക്യാമറയെ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും സത്യമായി എൻ്റെ ആത്മക്കണ്ണുകൾ കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ആത്മീയരെയും പ്രത്യേകിച്ച് ഈ ടെൻറ്റിനകത്ത് ഒരുമിച്ച് കൂടേണ്ടിയിരുന്ന സഭാജനത്തെയും ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നു എന്ന അറിവോടുകൂടെ ഈ 12-ാം തീയതി മെസ്സേജിലേക്ക് കടക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. നമ്മുടെ ഭാരതം ലോക്ക്ഡൗണിലാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ UNO വിളിച്ചു പറഞ്ഞതുപോലെ നമ്മൾ ആകപ്പാടെ പ്രതിസന്ധിയിൽ ഒരു പാൻഡമിക് കണ്ടീഷനിലാണ്, ഒരു മഹാബാധയിലാണ്. സാനിറ്റൈസേഷൻ ഉപയോഗിക്കുവാൻ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മളത് ചെയ്യുന്നുണ്ട്. ഞാനും മുഖറ കെട്ടാറുണ്ട്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ നിയന്ത്രിച്ചു വരുന്നുവെന്ന് അയോഗ്യരായ മനുഷ്യരെക്കുറിച്ചൊരു സംസാരമുണ്ട്. നമുക്കെല്ലാം ആ ശിക്ഷ സമമായി ലഭിച്ചു. എൻ്റെ കയ്യിലും സാനിറ്റൈസേഴ്സ് ഉണ്ട്. അതും കൊണ്ട് നടക്കാനും മറ്റുമൊക്കെ ഓൾറൈറ്റ്. അങ്ങനെ ഓരോ സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സാനിറ്റൈസേഷനും ഗവൺമെൻറ് തന്ന മെത്തേഡുകളും ഉപയോഗിക്കുവാൻ മറക്കരുതേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരുമിച്ച് വരുവാനുള്ള സാധ്യത, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരു മാൻഡേറ്റ് ആണല്ലോ, നമുക്കത് സൂക്ഷിക്കാം. കൊറോണ വൈറസ് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നതാണെന്നും ശ്വാസതടസ്സമാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉള്ളത് എന്നും നമ്മൾ കണ്ടു. ലോക്ക്ഡൗൺ കണ്ടീഷനിൽ നമുക്ക് സ്ട്രിക്റ്റ് റൂൾസ്, കൺട്രോൾസ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ കാരണം ഈ ഹെവി സഫറിങ് ഒഴിവാക്കാനായിട്ട്. തൻ്റെ ശ്വാസവിമിഷ്ടത്താൽ ഒരു സ്ത്രീയെ സഫർ ചെയ്യുന്നത് ഒന്ന് കാണുന്നത് കൊള്ളാം. കർത്താവേ, ഈ ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്കൊക്കെ വരേണ്ടിയിരുന്നത്. ഈ ഗൗരവമുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി നന്ദി. നമുക്കത്രയും മാത്രമേ ദൈവത്തോട് പറയാനൊക്കത്തുള്ളൂ. കർത്താവ് നമ്മളെ ഇതിനകത്തുനിന്ന് വിടുവിച്ചു. സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷനും കൺട്രോളുകളും നമുക്കുണ്ട്. നമുക്ക് ഭവനങ്ങളിൽ നിന്ന് വെളിയിലിറങ്ങാൻ ഒക്കത്തില്ല, ഒന്നിച്ച് കാണാനൊക്കത്തില്ല. പക്ഷെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കാണാവുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഇരിക്കുകയാണ്. ഈ താൽക്കാലികമായ റെസ്ട്രിക്ഷൻസ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനോട് സഹകരിക്കാം, സമൂഹത്തോട് നമുക്ക് സഹകരിക്കാം. അതേസമയത്ത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിങ്കിൽ നിന്ന് നമ്മെ അകറ്റുന്നത് ആരുമില്ല. 139-ാമത്തെ സങ്കീർത്തനത്തിൽ യഹോവയെ അങ്ങയെ ഒളിച്ച്, അങ്ങയുടെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോയി പാർക്കും, ഞാൻ എവിടെ പാർത്താലും അങ്ങ് അവിടെ ഉണ്ട് എന്ന് കാണുവാനായി കഴിയും. മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചു, നമുക്കൊരു ഹോട്ട്ലൈൻ കണക്ഷൻ ദൈവവുമായുണ്ട്. ഇറ്റ്സ് എ ഡയറക്റ്റ് വിത്ത് ക്രിയേറ്റർ. നേരിട്ട് ഉടമസ്ഥനുമായി, സൃഷ്ടാവുമായി ബന്ധപ്പെടുന്നതാണ്. ഫാസ്റ്റർ ദാൻ അവർ ഇമാജിനേഷൻസ് ആൻഡ് തോട്ട്സ്. അതിനേക്കാൾ ഉപരി വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. വേഗതയെക്കുറിച്ചൊക്കെ ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട്. എന്നേക്കാൾ കൂടുതൽ അറിവുകളുള്ളവർക്ക് കൂടുതൽ അറിയാം. അല്പമായ അറിവിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭിച്ച ചില്ലറ വിവരത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. ഭൂമിയിൽ നിന്ന് 100 പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന ആ ക്ലസ്റ്ററിനകത്താണ് ഒരുപാട് അന്യഗ്രഹ ജീവികൾ പാർക്കുന്നത്. അന്യഗ്രഹ ജീവികൾ തന്നെ കോൺസ്പിറൻസി തിയറിയുടെ ഭാഗമാണെന്ന് പറയുന്നവരുണ്ട്. ദൈവമെന്ന് പറഞ്ഞാൽ കോൺസ്പിറൻസി തിയറി എന്ന് പറയുന്ന വേറെ ഒത്തിരി പേരുണ്ട്. അവരുടെ അറിവ് അത്രേ ഉള്ളൂ. പിശാചെന്ന് പറഞ്ഞാൽ കോൺസ്പിറൻസി എന്ന് പറയുന്നവരുണ്ട്. അവരുടെ അറിവ് അത്രേ ഉള്ളൂ. നരകമെന്ന് പറഞ്ഞാൽ കോൺസ്പിറൻസി എന്ന് പറയുന്നവരുണ്ട്. അവരുടെ അറിവ് അത്രേ ഉള്ളൂ. അതൊക്കെ പോകട്ടെ, അറിവുള്ളവർക്ക് കൂടുതൽ അറിയാം. എനിക്ക് അറിയാവുന്ന ചില്ലറയ്ക്കകത്ത് ഈ 100 പ്രകാശവർഷങ്ങൾ അകലെ നിന്ന് അവിടെയുള്ള ഏലിയൻസിന് ഭൂമിയിൽ വരെ സഞ്ചരിക്കേണ്ടതിന് ഏതാണ്ട് 1.5 മിനിറ്റ് നമ്മുടെ ക്ലോക്കിൽ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. 100 പ്രകാശവർഷങ്ങൾ കവർ ചെയ്യാൻ 1.5 മിനിറ്റ് എടുക്കും ഏലിയൻസ്. കാര്യം അവരുടെ അറിവ് അത്ര ഭയങ്കരമാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD-ആയി വേല ചെയ്യുന്ന ലോകത്തിലെ അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ അഗ്രഗണേഷ്യന്മാരിൽ ഒരാളായിരിക്കുന്ന മിഷിയ കാക്കു പറയുന്നത്, അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അവരിൽ അനേകർ വരുന്നുണ്ട്. അവരുടെ വേഗതയും നമ്മുടെ വേഗതയുമായി താരതമ്യം ചെയ്യാനൊക്കത്തില്ല. അവരുടെ കഴിവുകളും അറിവുകളും നമ്മുടേതുമായി താരതമ്യം ചെയ്യാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രലോകത്തിൻ്റെ കണക്കനുസരിച്ചാണ് ഈ 100 പ്രകാശവർഷങ്ങൾ യാത്ര ചെയ്യാൻ 1.5 മിനിറ്റ് അവരെടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് എൻ്റെ ദൈവത്തിൻ്റെ വാസസ്ഥലം, അല്ലെങ്കിൽ നിത്യസ്വർഗം. അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ, എൻ്റെ വിചാരങ്ങളെക്കാൾ, ഇമാജിനേഷനേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യുന്ന എൻ്റെ പ്രാർത്ഥന അത്രയും വേഗത്തിൽ എത്തിക്കുന്നതാണ് ഈ ഹോട്ട്ലൈൻ കണക്ഷൻ.
എന്നുവരെ ഞാൻ ഈ ഭൂമിയിലുള്ളിടത്തോളം ഈ ഹോട്ട് ലൈൻ കണക്ഷൻ എനിക്കുണ്ടായിരിക്കും. ഇതിനെ പ്രതികാരകാലം എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 21:22 വിളിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 34:8 സന്ദർശനകാലം എന്നും വിളിക്കുന്നു. പ്രതികാരകാലമെന്നും സന്ദർശന ദിവസമെന്നുമാണ് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത്. കാരണം ദൈവത്തിന് ലോകത്തിൻ്റെ പാപത്തെ ഓർപ്പിച്ച് ലോകത്തെ ശിക്ഷിക്കുവാനുണ്ട്. സഭയുടെ വീഴ്ചയെ ഓർത്ത് സഭയെയും ശിക്ഷിക്കുവാനുണ്ട്. അതേസമയത്ത് ഇത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ സൂചനയിലും കൂടെ പെടുന്നതാണ്. അതുകൊണ്ട് ഈ പട്ടണം നമ്മളൊന്ന് കാണുന്നത് കൊള്ളാം. വുഹാൻ ആകപ്പാടെ തകർന്ന് ഇന്ന് ലോക്ക്ഡൗണിൽ കിടക്കുക. പക്ഷേ ഈ പട്ടണത്തിൻ്റെ മഹത്വമുണ്ടായിരുന്ന കാലത്ത് ഇവരെന്തായിരുന്നു? യെശയ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ അവളുടെ വാതിലുകൾ വീണ് തകർന്നുപോയി, അവിടെ നിലച്ച് വിലവിളിയും കണ്ണുനീരുമാണെന്ന് കാണാം. യെശയ്യാവിൻ്റെ പുസ്തകം 22:2 അയ്യോ നീ വീണുപോയല്ലോ, വലിയ പട്ടണമേ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കാണാം. ഈ വുഹാനാണ് ഇന്ന് ഇപ്രകാരം പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് മറക്കരുത്. ലോകത്തെ ദൈവം ന്യായം വിധിക്കുന്ന നാളുകളുണ്ട്. ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിലെ ഓരോ പ്രവചനത്തിനും അനേക നിവൃത്തീകരണങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗിക നിവൃത്തീകരണമാണ് നമ്മൾ അവിടെ കണ്ടത്. അവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മളത് കാണുകയുണ്ടായി. പ്രതികാരകാലം, സന്ദർശനകാലം എന്നിത്യാദികൾ ഇതിനെ വിളിക്കുന്നു. ഇതിനെ ഇരുളിൻ്റെ അധികാരത്തിൽപ്പെടുന്ന നാളുകൾ എന്ന് യേശു ഒന്ന് വിളിക്കുന്നുണ്ട്. തൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും ശബത്ത് തോറും നിങ്ങളുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷിച്ചിട്ട് ആരും എൻ്റെ നേരെ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല. ഇന്ന് നിങ്ങൾ എന്നെ പിടിക്കേണ്ടതിന് ഒരു കള്ളൻ്റെ നേരെ എന്ന വണ്ണം വടിയും വാളും ഒക്കെയായി വരുന്നുണ്ട്. അതേ അനേക ആത്മീയരുടെ എതിരെ പിശാച് അതിനുള്ളവരെ പറഞ്ഞു വിടുന്നത് ഇങ്ങനെയാണ്. കാരണം ഇരുളിൻ്റെ അധികാരമാണ്, മാത്രവുമല്ല ഇത് നിങ്ങളുടെ സമയവുമാണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 22:53 യേശു പറയാറുണ്ട്. ദയവായിട്ട് വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 22:53. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടി ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു. അപ്രകാരം ഒരു ദിവസത്തിലൂടെ യാത്ര ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ തൊട്ടു പിന്നാലെ ഇതുപോലുള്ള ദിവസങ്ങൾ ഉണ്ടാകും എന്നും പ്രവചന ഭാഗങ്ങളിൽ നമുക്ക് കാണാം. സഖരിയാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അന്ന് ആളുകൾക്ക് കൂലിയില്ല. ദയവായിട്ട് അതും കൂടെ ഒന്ന് വായിക്കാമോ? ഈ കാലത്തിന് മുൻപേ മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല, പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്തം സമാധാനവുമില്ല. പോക്കുവരവും പറ്റത്തില്ല, കൂലിയില്ല, എന്തിന് ജോലിയില്ല, കൂലിയില്ല, ബിസിനസ് ഇല്ല, പോക്കുവരവില്ല, ട്രാവൽ ബാൻ, ട്രാവൽ റിസ്ട്രിക്ഷൻസ്, ആകപ്പാടെ തകരുന്ന ഒരു കാലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യും. ഹോശയ്യയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്ദർശന സമയമാണ്. പക്ഷേ ഇവിടെ പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമായി മാറും. പ്രവാചകൻ ആലയത്തിൻ്റെ അകത്ത്, ദേവാലയത്തിനകത്ത് കണിയും പകയും നേരിടും എന്നിത്യാദികൾ പറയുന്നത് കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തെ കർത്താവ് ന്യായം വിധിക്കണമെങ്കിൽ മറക്കരുത്, സഭ പരാജയപ്പെട്ടതുകൊണ്ടാണ്. സഭ അതിൻ്റെ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ലോകം ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടുകയില്ലായിരുന്നു. നിശ്ചയമായും യേശുവിൻ്റെ മടങ്ങിവരവിന് മുന്നമേ ഇതൊക്കെയും സംഭവിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ആരെങ്കിലും ഒരാൾ കാണിച്ചു കൊടുക്കണം, പക്ഷേ അതിനൊരു നാശയോഗ്യൻ മതി. ദൈവസഭയിൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കണം, അതിനൊരു നാശയോഗ്യൻ മതി. അപ്രകാരമുള്ള നാശയോഗ്യന്മാർ പ്രവാചകന്മാരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ളവരെയും അപമാനിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞ നാളുകൾ ഓർത്തുകൊണ്ട് നമുക്ക് വിങ്ങി വിങ്ങി കരയുകയല്ലാതെ മാർഗമില്ല. പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമായി മാറിയൊരു കാലഘട്ടം. യഹോവയുടെ ആലയത്തിൽ പ്രവാചകൻ ആത്മപൂർണൻ കണി നേരിടുകയാണ്, ആലയത്തിൽ പക നേരിടുകയാണ്.
ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ ദേവാലയത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ കയറ്റാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന ഒരു കാലം. ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടവനെ ശുശ്രൂഷിക്കാൻ അനുവാദം കൊടുക്കാതെ അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ഒരു കാലം. ഇങ്ങനെയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയി മറക്കരുത്. ദൈവത്തിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. നാം ദൈവത്തോടെ എങ്ങനെ ഇടപെടും അങ്ങനെയായിരിക്കും ദൈവം നമ്മോട് ഇടപെടുന്നത്. ദൈവത്തോട് മാന്യമായും യോഗ്യമായി ഇടപെടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് എടുക്കട്ടെ. ഒരിക്കൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 40-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ലേവി പൗരോഹിത്യം എൻ്റെ മുമ്പിൽ നിത്യ പൗരോഹിത്യമായിരിക്കും എന്ന ആശയം കർത്താവ് ലേവിയോട് പറഞ്ഞിരുന്നു. പുറപ്പാട് 45:15 ലേവി പൗരോഹിത്യം നിത്യ പൗരോഹിത്യമായിരിക്കും. ഒന്ന് വായിക്കാമോ ദയവായിട്ട്? എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറയോളം നിത്യപൗരോഹിത്യം ഉണ്ടായിരിക്കണം. അവർക്ക് നിത്യപൗരോഹിത്യം ഉണ്ടായിരിക്കണം. ലേവിയുടെ പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ് എന്ന് യഹോവ സത്യം ചെയ്തു. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 25:13 വരുമ്പോൾ അഹരോൻ്റെ മേലുള്ള പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ കാലത്തിൻ്റെ പോക്കിൽ തൻ്റെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാലം ആകപ്പാടെ മാറി. ആ ലേവി കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ ലേവിയുടെ വംശ പാരമ്പര്യത്തിൽ ഏലി എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതൻ വരികയും അദ്ദേഹം ദൈവത്തിൻ്റെ വഴി വിട്ട് ക്രമം കെട്ട് നടക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ ദൈവത്തെ വിട്ട് അന്യപ്പെടുകയും ചെയ്ത് ദേവാലയം അശുദ്ധമാക്കപ്പെട്ട ഒരു സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ പണ്ടങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് സത്യം, പക്ഷേ ഇനി അങ്ങനെ ആകയില്ല, ഇതിന് നിത്യപൗരോഹിത്യമായിരിക്കയില്ല. യഹോവ സത്യം ചെയ്ത പലതിൽ നിന്നും കർത്താവ് തന്നെ നമ്മുടെ നടപ്പിൻ്റെ ദോഷം കണ്ട് പിന്മാറാറുണ്ട്. നമ്മുടെ ആത്മീക സ്ഥിതി കണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിലനിൽക്കണം െങ്കിൽ പിൻതലമുറകൾ ആ വഴിയിൽ നടക്കണം എന്ന് മറക്കരുത്. ഏലിയുടെ മക്കൾക്ക് പറ്റിയതുപോലെ ഇന്ന് അനേകർക്ക് സംഭവിച്ച് അവർ വഴിയിൽ താറുമാറായ ചരിത്രം ഞങ്ങൾ മറക്കരുത്. അങ്ങനെയാകയില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നു. രണ്ടാമത്തെ ഉദാഹരണം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നിത്യരാജ്യത്വമായി തേണ്ട ദാവീദിന് ദൈവം രാജ്യത്വം കൊടുത്തു. പക്ഷേ തൻ്റെ മകനാകുന്ന ശലോമോൻ അവിടെ നിന്ന് തെറ്റുകയാൽ കർത്താവ് പറഞ്ഞു, ഇനി അങ്ങനെ ആകയില്ല, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. ശലോമോനെ, നിൻ്റെ ദാസൻ്റെ കയ്യിൽ ഞാൻ ഭരണം കൊടുക്കും, നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഭരണം എടുത്തു മാറ്റുകയാണ്. ബാക്ക്സ്ലൈഡേഴ്സിനോട് കർത്താവിന് പറയാനുള്ളത് അതാ, നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറിയാൽ അവൻ മരിക്കും. എസെക്കിയേൽ 3:20 നീതിമാനായിരുന്നവൻ നീതിമാനായി ജീവിച്ചു, അനേക ദൈവിക വാഗ്ദത്തങ്ങൾ അവനുണ്ട്. പക്ഷേ അവൻ നീതി വിട്ടുമാറിയാൽ പിന്നീട് ആ നീതി ഒന്നും അവന് കണക്കിടുകയില്ല, അവൻ്റെ അകൃത്യത്തിൽ മരിക്കും. ദൈവമേ, നീതിമാൻ അകൃത്യത്തിൽ മരിക്കുമെന്നോ? അതെ, നീതിമാൻ അകൃത്യത്തിൽ മരിക്കും. ഞാൻ അവൻ്റെ മുമ്പിൽ കണിവെക്കും, അവനെ ഞാൻ തള്ളിയിടും. കാരണം അവൻ നീതി വിട്ട് മാറിയവനാണ്. പിന്മാറ്റത്തിലേക്ക് പോകാതെ ദൈവകൃപയിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. എസെക്കിയേൽ പ്രവചനം 18:24 അതിനൊരു വിശദീകരണം പറഞ്ഞു. നീതിമാൻ നീതി വിട്ടുമാറിയാൽ അവൻ ചെയ്ത നീതി ഒന്നും പിന്നെ അവൻ്റെ മേൽ കണക്കിടുകയില്ല. എത്ര തെറ്റിയാലും പണ്ടൊരിക്കൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവനല്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. നോ നോ നോ, അത് ദൈവത്തിന് ബാധകമല്ല. നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറിയാൽ പിന്നെ അവൻ്റെ നീതി അവനെ കണക്കിടുകയില്ല, അവനെ ചുട്ടുകളയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14:13 പക്ഷേ നിൽക്കുന്നവനോട് കർത്താവ് പറഞ്ഞു, ഉറച്ചു നില്ല്, നീ നേരെ നില്ല്, സ്റ്റാൻഡ് സ്റ്റിൽ. ദ ബൈബിൾ സേ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്നുവെന്ന് ബെഥലൈറ്റ്സ് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. ബെഥയിൽ നമുക്കൊന്ന് ഉറപ്പുവരുത്താം. ആത്മീയ ലോകമേ, നമുക്കൊന്ന് ഉറപ്പുവരുത്താം. നമുക്ക് പറയാം, നോ, വി ആർ ഗോയിങ് ടു സ്റ്റാൻഡ് സ്റ്റിൽ. ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് ഉറച്ചു നിൽക്കുന്നത്? നിങ്ങൾ ചെങ്കടൽ കണ്ട് ഭയപ്പെടേണ്ട. അവിടുത്തെ രംഗമാതാ 14:13 പുറപ്പാട് പുസ്തകത്തിൽ, നിങ്ങൾ ചെങ്കടൽ കണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾ മിസ്രയീം സേനയെ കണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ വെള്ളവും കാറ്റും ഓളവും ഒന്നും കണ്ട് ഭയപ്പെടേണ്ട. ഐ എം ഗോയിങ് ടു ഡു സംതിങ്. ഞാൻ ചിലതെല്ലാം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനിയും കാണാതെ വണ്ണം തുടച്ചു മാറ്റേണ്ടതിന് നിങ്ങളും ഒരു പ്രതികൂലത്തിലൂടെ കടന്നേ മതിയാകൂ. അങ്ങനെ കടലിൻ്റെ നടുവിലൂടെ നടത്തും. നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പീൻ. ഉറച്ചു നിന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യോശുവ സൂര്യനോട് കൽപ്പിക്ക്, യോശുവ ചന്ദ്രനോട് കൽപ്പിക്ക്. എനിക്കിത് ശാസ്ത്രം
ശാസ്ത്രീയമായി വിശദീകരിക്കാൻ അറിയാൻ വയ്യ. ഒരു ശാസ്ത്രജ്ഞനും ഒക്കത്തില്ല. കാര്യം ഇത് ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തമല്ല, ശാസ്ത്രജ്ഞനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കണ്ടുപിടുത്തമാകയാൽ, സൃഷ്ടാവിൻ്റെ ക്രിയകളാകയാൽ വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഇതിനെ അത്ഭുതം എന്ന് വിളിക്കും. അത്ഭുതത്തിന് വിശദീകരണമില്ല, അതുകൊണ്ടാണ് അത് അത്ഭുതമായത്. ഇതിനെ അത്ഭുതമെന്ന് വിളിക്കാനുള്ള കാര്യം ഇതിന് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. വിശദീകരണം ഇല്ലാത്ത വാക്കിനെയാണ് അത്ഭുതമെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഡിക്ഷണറി പഠിപ്പിച്ചത്. ഇതൊരു അത്ഭുതമായി മാറി. ദൈവത്തിന് സ്തോത്രം. സൂര്യചന്ദ്രന്മാരോട് കൽപ്പിക്കുവാൻ, പ്രകൃതിയോട് കൽപ്പിക്കുവാൻ, നിയമങ്ങളോട് കൽപ്പിക്കുവാൻ, ശക്തികളോട് കൽപ്പിക്കുവാൻ, രോഗങ്ങളോട് കൽപ്പിക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. കഴിഞ്ഞ സന്ദേശത്തിൽ എടുക്കപ്പെടുന്ന ദൈവസഭയെക്കുറിച്ച് ഒരു കെത്തൂബായ് ഉണ്ടെന്നും ആ കെത്തൂബായുടെ ഭാഗങ്ങളും ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക കെത്തൂബായാണ് ദൈവത്തിൻ്റെ വചനമെന്ന് മറക്കരുത്. ഇതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവസഭയുടെ അരിമമണവാളൻ്റെ 40 തലമുറകളുടെ ചരിത്രങ്ങൾക്കപ്പുറത്ത്, ഈ യഹൂദൻ്റെതിനകത്ത് കേവലം 40 തലമുറ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഇതിനകത്ത് ആദിയിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, പുരാതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ആദിയിലെ സൃഷ്ടിച്ച വചനം മുതൽ ആദിയിൽ എന്ന് പറഞ്ഞാൽ എന്നതാ? ശാസ്ത്രം എനിക്ക് തരുന്ന കണക്കനുസരിച്ച് ഉദ്ദേശം 13.7 ബില്യൺ വർഷങ്ങളുടെ ചരിത്രമാണ് ശാസ്ത്രം തരുന്നത്. അതിനു മുന്നമേ ദൈവം ഉണ്ടായിരുന്നുവെന്ന് അമേരിക്കൻ സ്കൂളുകൾ പഠിപ്പിക്കുന്നത് പോലെ 14.2 ബില്യൺ വർഷമെന്ന് അതിൻ്റെ പുറകിൽ ദൈവം ഉണ്ടായിരുന്നു. ആദിയിലെ ദൈവത്തിങ്കിൽ നിന്ന് ആരംഭിച്ചതായ നിത്യനായ ദൈവത്തിൻ്റെ ചരിത്രവും തൻ്റെ സഭ മണവാട്ടി തന്നെ ഓർത്ത് കാത്തിരിക്കേണ്ടതും അവളെ തന്നെ ഒരുക്കേണ്ടതുമായ കെത്തൂബയിലൂടെ നമ്മൾ പോയി. എന്തിന്? യേശുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിന്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പഠിപ്പിച്ചു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് ഏത് വിധമായിരിക്കും? നാം കുഴിച്ചിടുന്ന ഒന്നല്ല ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, വേറൊരു ചെടിയായിരിക്കും ആ സീഡിൽ നിന്ന് പുറത്തു വരുന്നത്. ലാസറിനെ ലാസറെന്നും അബ്രഹാമിനെ അബ്രഹാമെന്നും കണ്ടാൽ മനസ്സിലാക്കുന്ന പെർഫെക്റ്റായ ശരീരങ്ങളിലായിരിക്കും ഉയർത്തെഴുന്നേറ്റ് വരുന്നതെന്നും, ജഡീക ശരീരം കുഴിച്ചിട്ടാൽ ആത്മിക ശരീരം എഴുന്നേറ്റ് വരുമെന്നും, ദ്രവത്വമുള്ളതിനെ അടക്കിയാൽ അദ്രത്വമായത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നും, മൺമയമായത് അടക്കിയാൽ വിൺമയമായത് എഴുന്നേറ്റ് വരുമെന്നും, പ്രകാശവും ശോഭയുമുള്ള ശരീരങ്ങളായിരിക്കും എന്നും മറ്റും നമ്മൾ കാണുകയുണ്ടായി. ഇനിയും യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ചില രാഷ്ട്രീയ ലക്ഷണങ്ങളിലേക്ക് പോകുവാൻ, അതിനകത്ത് രാഷ്ട്രീയ ലക്ഷണങ്ങളുണ്ട്, അതിനകത്ത് ശാസ്ത്രീയ ലക്ഷണങ്ങളുണ്ട്, അതിനകത്ത് ആത്മീയ ലക്ഷണങ്ങളുണ്ട്, അതിനകത്ത് സാമൂഹിക ലക്ഷണങ്ങളുണ്ട്, അതിനകത്ത് പ്രകൃതിയിലെ ലക്ഷണങ്ങളുണ്ട്, അതിനകത്ത് ഇസ്രയേലിൻ്റെ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് യേശുവിൻ്റെ മടങ്ങിവരവിന്, സൈനുകൾ. കാര്യം യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ കാലം നമ്മൾ കറക്റ്റ് അറിയുന്നില്ല. ദിവസം ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ, പുത്രന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ പുത്രന് മാത്രം അറിയാവുന്ന ഒരു ദിവസമാണ് മടങ്ങി വരുന്നത്. എങ്കിലും നമ്മൾ തീരെ അജ്ഞരായി പോകാതെ വണ്ണം ഏറെക്കുറെ ചില കാലഘട്ടങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ഒത്തിരി അടയാളങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതിനകത്ത് എല്ലാം ഒന്നും എടുക്കാൻ ഒക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് തീരത്തില്ല. കാര്യം വലിയവനായ ദൈവത്തിൻ്റെ വലിയ വചനത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ തൊട്ടാൽ തീരുന്നതല്ല. അതുകൊണ്ട് തീരെ ചെറിയ ഭാഗങ്ങൾ മാത്രം തൊട്ട് ചില മണിക്കൂറുകൾ കൊണ്ട് നിർത്തേണ്ടതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, തിരുവചനത്തിൻ്റെ പ്രവചനങ്ങൾക്ക് ചില പ്രത്യേകതകളുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും തൊട്ടു, ഇന്നും തൊട്ടു. തിരുവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ പ്രത്യേകത, അതിന് പല നിവർത്തീകരണങ്ങളുണ്ട്. അതിനകത്ത് പാർഷിക നിവർത്തീകരണങ്ങൾ, ഭാഗിക നിവർത്തീകരണമുണ്ട്, അതിനകത്ത് ആത്മീക നിവർത്തീകരണങ്ങളുണ്ട്, അക്ഷരിക നിവർത്തീകരണങ്ങളുണ്ട്. ആത്മീകവും അക്ഷരീകവും ഒരുമിച്ച് കയറുന്ന ഒടുവിലത്തെ പൂർണ്ണ നിവർത്തീകരണങ്ങളുണ്ട്. ഒരുമിച്ച് ആത്മീകവും ഭൗതികവും ഒരുമിച്ച് നിറവേറുന്ന അന്തിമ നിവർത്തീകരണമുണ്ട്. അതിനെയാണ് ദ ഫൈനൽ ഫുൾഫിൽമെൻറ്റ് എന്ന് ഞാൻ വിളിക്കുന്നത്. അന്ത്യമായതും പൂർണ്ണമായതും സങ്കീർണങ്ങളായതുമായ അനേക കാര്യങ്ങളുണ്ട് ആ പ്രവചനത്തിൻ്റെ പൂർണ്ണ നിവർത്തീകരണത്തിൽ. ഇന്ന് ഭാഗികമായ ചില നിവർത്തീകരണത്തിലൂടെ പോകാം. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 21:11 അവരവരുടെ സമയത്ത് നോക്കിയാൽ മതി. ലൂക്കോസ് 21:25 അവരവരുടെ സമയത്ത് നോക്കിയാൽ മതി. ഒരു സാമ്പിളിന് വേണ്ടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:6-7 ദയവായി നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടതിന് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ.
കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ചില ലക്ഷണങ്ങൾ, പൊളിറ്റിക്കൽ സൈൻ, രാഷ്ട്രീയ ലക്ഷണങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നാമത്തേത് രാഷ്ട്രീയ ലക്ഷണങ്ങൾ, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും, റൂമേഴ്സ് ഓഫ് വാർ, യുദ്ധങ്ങളെക്കുറിച്ചുള്ള ശ്രുതികൾ ഉണ്ടാകും. ഇപ്പം യുദ്ധം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. എങ്ങും ഒരു യുദ്ധവും നടക്കത്തില്ല. ഉത്തര കൊറിയ യുദ്ധം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് ആരെല്ലാം പറഞ്ഞ് എത്ര ആളുകൾ തയ്യാറായി കാണാൻ നോക്കിയിരുന്നു, എങ്ങും ഒന്നും കണ്ടില്ല. യുദ്ധങ്ങളെക്കുറിച്ചുള്ള റൂമേഴ്സ് മാത്രം ഉണ്ടാകും. ദെൻ റിപ്പോർട്ട്സ് ഓഫ് വാർ, രണ്ട് അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ നിന്ന് ആ ഭാഗം ഇംഗ്ലീഷിലേക്ക് ആ ഭാഗം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഒന്ന് റൂമേഴ്സ് ഓഫ് വാർ, രണ്ടാമത്തേത് റിപ്പോർട്ട്സ് ഓഫ് വാർ. യുദ്ധം നടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും നമുക്ക് കിട്ടും. ദെൻ കംസ് പെസ്റ്റിലൈറ്റ്സ്, നമുക്ക് ഇന്ന് നടക്കുന്നത് പോലെയുള്ള വലിയ ബാധകൾ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, തൻ്റെ സുനാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫിയർഫുൾ സൈറ്റ്സ്, കണ്ടാൽ ഭയപ്പെടുത്തുന്നതായ പല ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും. ആകാശത്തെ ലക്ഷണങ്ങളാകും. അതിനപ്പുറത്ത് ദൈവസഭ പീഡിപ്പിക്കപ്പെടും. ഇവയൊക്കെയും ആൻഡ് മെനി മോർ ഇവയൊക്കെയും അന്ത്യകാലത്ത് സംഭവിക്കേണ്ട യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ചില അടയാളങ്ങളാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, യുദ്ധശ്രുതികൾ, യുദ്ധവാർത്തകൾ, മഹാവ്യാധികൾ, ഭൂകമ്പങ്ങൾ, കടലാക്രമണങ്ങൾ, ഭയങ്കര കാഴ്ചകൾ, ആകാശത്തിൽ ലക്ഷ്യങ്ങൾ, വലിയ പീഡനങ്ങൾ എന്നിവയുണ്ടാകും. എത്രയോ ഇടങ്ങളിൽ ക്രിസ്ത്യാനികളെ പള്ളി പൊളിക്കുന്നു, തല്ലിക്കൊല്ലുന്നു, കത്തിച്ചു കൊല്ലുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുക. ആരോട് എന്ത് ദോഷം ചെയ്തിട്ട്, ആർക്കെന്ത് കുഴപ്പമുണ്ടായിട്ട് ഒന്നുമല്ല. കർത്താവിന് ഒരു തീരുമാനമുണ്ട്, ഒരു നിയമനമുണ്ട്. അവിടെ എത്തിയേ മതിയാകൂ. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷ്യങ്ങളാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആത്മീകമായ കുറേ ലക്ഷണങ്ങൾ തൊടുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കണം. രണ്ട്, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കണം. മൂന്ന്, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കണം. നാല്, ഒരു വഷളായ തലമുറ, ഒരു മറുതലിക്കുന്ന തലമുറ എഴുന്നേറ്റ് വരണം. അഞ്ച്, ലോക സ്നേഹവും ജഡസ്നേഹവും വ്യക്തി പൂജയും ആളുകൾക്കുണ്ടാകണം. ആറ്, ഫിയർ ഓഫ് മാൻ ആൻഡ് നോ ഫിയർ ഓഫ് ഗോഡ്. ദൈവത്തോടുള്ള ഭയം വിട്ട് മനുഷ്യനെ തന്നെ ഭയക്കുന്ന, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതിനെ ഭയപ്പെടുന്ന, തൻ്റെ സ്വന്തം നിഴലിനെ വരെ ഭയപ്പെടുന്ന വേറൊരു കാലഘട്ടത്തിലേക്കാകും. സേറ്റനിസം, സാത്താനെ ആരാധിക്കുന്ന നടപടികൾ, മെറ്റീരിയലിസം എന്നിവ ഉണ്ടായി വരും എന്ന് കാണാം. വിശ്വാസത്യാഗം, കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ, തകർന്ന തലമുറ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വൻപ് പറയുന്നവരും മറ്റുമൊക്കെയായി മാറും. തകർന്ന ഒരു തലമുറ, ലോകമയത്വത്തിലേക്ക് മാറുന്ന ഒരു തലമുറ. എന്തു പറഞ്ഞാലും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ, ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, ഇതിൽ കവിഞ്ഞ് ഒന്നുമില്ലാത്ത ഒരു തലമുറയിലേക്ക് മാറുകയാണ്. പണം അല്ലെങ്കിൽ സ്വന്തം ജീവിതം, അതുമാത്രം മതി ലോകമയത്വം. മനുഷ്യഭയം, മറ്റു മനുഷ്യനെ ഭയപ്പെടുന്നത്, മനുഷ്യഭീതി എന്നത് ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഒരു കണിയാണ്. സാത്താന്യ ആരാധനയെക്കുറിച്ച് ഇന്ന് വിശദീകരിക്കാൻ എളുപ്പമല്ല. കഴിഞ്ഞ 20ഓളം വർഷങ്ങളായി എനിക്ക് ലഭിക്കുന്ന അറിവിനൊത്തവണ്ണം ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ചുമ്മാതാണെന്ന് അബോധന്മാരിൽ പലരും പറഞ്ഞു. ഇന്ന് എത്ര അബോധന്മാർ എന്തെല്ലാം ചുമ്മാ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം വിശദീകരിച്ചു കൊടുക്കാനൊന്നും ഒക്കുന്നതല്ല. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. സാത്താന്യ ആരാധന, ദെൻ ജഡമയത്വം, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 9, സെക്ഷുവൽ ഇമ്മോറാലിറ്റി. എൻ്റെ അഭിപ്രായത്തിൽ തിരുവചനം പഠിച്ചതിൽ നിന്ന് ദൈവം ഏറ്റവും 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 വെറുക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്നാമത്തെ പാപം അന്യദൈവ സേവയാണ്. സ്പോർട്സിനെ ഇന്ന് ദൈവമായി കാണുന്നവരുണ്ട്, പണത്തെ ഇന്ന് ദൈവമായി കാണുന്നവരുണ്ട്, ജഡിക സുഖങ്ങളെ ഇന്ന് ദൈവമായി കാണുന്നവരുണ്ട്. ഇതെല്ലാം അന്യദൈവ സേവയുടെ ഭാഗങ്ങളായി ഈ അന്തിമകാലത്ത് ചേർക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നവരുണ്ട്. സഭായോഗത്തിന് പോയില്ലെങ്കിലും സ്പോർട്സിന് പോകുന്നവർ, പ്രാർത്ഥിക്കാൻ സമയം എടുത്തില്ലെങ്കിലും ഗെയിംസിന് വേണ്ടി പോകുന്നവർ, സ്പോർട്സ്, ബോഡി ബിൽഡിംഗ് മുതലായത് ഇന്ന് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കയറി വരികയാണ്. അതിനെ അന്യദൈവ സേവയുടെ ഭാഗങ്ങളായി കുറിക്കാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ദൈവം വെറുക്കുന്ന ഒന്നാണ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി. കഴിഞ്ഞ 70ഓളം വർഷങ്ങളായി, ഞാൻ 74-ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. നിശ്ചയമായിട്ടും ആദ്യത്തെ 10 വർഷത്തേക്ക് എനിക്ക് വലിയ ഓർമ്മയും കാര്യങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കുമില്ലായിരുന്നെങ്കിലും ഓർമ്മയായ കാലം മുതൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 60 വർഷമായിട്ടെങ്കിലും ഗൗരവമായി ഉണ്ടായ അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് ഇമ്മോറാലിറ്റി എന്ന് കാണാം. സെക്ഷുവൽ ഇമ്മോറാലിറ്റി, വർഷിപ്പ് ഓഫ് സ്ട്രേഞ്ച് ഗോഡ്സ്, ഞാനത് എടുത്തു കഴിഞ്ഞു. തന്നെ ഡൈല്യൂട്ടഡ് ഗോസ്പൽ, സുവിശേഷം അങ്ങ് ലഘൂകരിക്കുക. ഒരു സാരമില്ലെന്നേ, യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞാൽ തീർന്നെന്ന്. എൻ്റെ പൊന്നെ, അങ്ങനെയാണ് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നതോ? ആഴക്കുഴിച്ച്
പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിമാനെ പോലെ ആയിരിക്കണമെന്ന് യേശു പറഞ്ഞതോ? മണലിന്മേൽ പണിത പോരായിരുന്നോ? ഇടുക്കമുള്ള വാതിലിലൂടെ എന്തിന് കടക്കണം? വിശാലമായ വാതിലിലൂടെ കടന്നാൽ പോരായിരുന്നോ? അല്ലല്ല. ഡൈല്യൂട്ടഡ് ഗോസ്പൽ ഒരിക്കലും ഒക്കത്തില്ല. അടുത്തത് കർണരസമാകുമാറ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും ഉപദേഷ്ടാക്കന്മാരും. ഇച്ചിങ് ഗോസ്പൽ എന്ന് ഞാനതിനെ വിളിക്കട്ടെ. മോക്കേഴ്സ്, ആ പരിഹാസികൾ, അപമാനിക്കുന്നവർ, കളിയാക്കിക്കൊണ്ട് നടക്കുന്നവർ. പലരും കളിയാക്കുമ്പോൾ അവർ തന്നെ കളിയാകുകയല്ലേ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. കാര്യം വിവരമുള്ളവരുടെ മുമ്പിൽ അവർ സ്വയം കളിയാകുകയാണ്. മറ്റുള്ളവരെ കളിയാക്കുക എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അവരെക്കാൾ വിവരം കെട്ടവർക്ക് കളിയാക്കുന്നതായിട്ട് തോന്നും, അവരെക്കാൾ വിവരമുള്ളവർക്ക് കളിയാകുന്നതായി തോന്നും. അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. രണ്ടായാലും മോക്കേഴ്സ്, അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മനുഷ്യനെങ്ങനെയാകും? ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ അന്ത്യകാലത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ലോകത്തിൻ്റെ അറ്റം വരെ ഈ സുവിശേഷം എത്തണം. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്, അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ ഒന്നാണ്. ലാറ്റർ റെയിൻ, ഒരു പിന്മഴയുടെ കാലത്തെ യഹോവയെ വിളിച്ചപേക്ഷിക്കുക, അവൻ നമുക്ക് വേണ്ടി മിന്നൽ പിണറുകൾ ഉണ്ടാക്കും. പിന്മാരി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പവർ മിനിസ്ട്രി ദൈവം എന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ഒരു വശത്ത് ഡൈല്യൂട്ടഡ് ഗോസ്പലിലേക്ക് ആളുകൾ പോകുമ്പോൾ വേറൊരു വശത്ത് പവർ മിനിസ്ട്രി ഉയർന്നു വരുന്നതിനായി, ശക്തിയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നതിനായി സ്തോത്രം. മാർട്ടിഡം, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന അനേകരെ കാണാം. മാർട്ടിണം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ലൈംഗിക പാപങ്ങൾ, അന്യദൈവസേവ, മായം കലർന്ന വചനം, കർണരസമായ ഉപദേശം, ദൂഷകന്മാർ, പരിഹാസികൾ, ആഗോള സുവിശേഷീകരണം, പിന്മഴ, ആത്മപകർച്ച, രക്തസാക്ഷികൾ, വീര്യപ്രവൃത്തികൾ എന്നിങ്ങനെ വ്യത്യസ്തമായ അടയാളങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവിനുണ്ട്. അതിൽ ചിലതിനെ കൂടെ തൊടുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വാർ ബിറ്റ്വീൻ നേഷൻസ്, ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് രാജ്യത്തോട് യുദ്ധം ചെയ്യും. കമ്മ്യൂണിയൽ ആൻഡ് സിവിൽ വാർ, രാജ്യത്തോടും ജാതിയോടും കലഹിക്കും. സിവിൽ വാർ, കമ്മ്യൂണിയൽ വാർ, റൂമേഴ്സ് ഓഫ് വാർ ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് വാർ, അൺഎംപ്ലോയ്മെൻറ്റ്, അന്ന് കൂലിയില്ല എന്ന് കണ്ടു, അൺഎംപ്ലോയ്മെൻറ്റ്, ട്രാവൽ പ്രോബ്ലം, ട്രാവൽ ഡിഫിക്കൽട്ടീസ്, സോസറീസ്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിലേക്ക് പോയാൽ, വെളിപ്പാട് പുസ്തകം ദയവായിട്ട് വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം, അവിടെ ഒരു ചെറിയ തർജ്ജമയുടെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ആ ഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. രണ്ടാമത്തെ പ്രാവശ്യം ക്ഷുദ്രം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന, 2 പ്രാവശ്യം നമ്മൾ ആ പദം കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം ക്ഷുദ്രം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് വാക്ക് വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അതിനകത്ത് ഡ്രഗ് അഡിക്ഷൻ എന്നൊരാശയം വരുമ്പോഴും, ഡ്രഗ് അഡിക്ഷൻ എന്നൊരാശയം അതിനകത്ത് വരും. ഈ ആശയങ്ങളുടെ അകത്തേക്ക് കയറി ഈ ബലഹീന വശങ്ങൾ മനുഷ്യനുണ്ട്. അടുത്തത് ഡ്രഗ് ആൻഡ് ഡ്രഗ് അഡിക്ഷൻ, ഞാൻ അവിടുന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഗ്ലട്ടമി, അമിത ആഹാരം കഴിച്ച്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്, അധികം ആഹാരം കഴിച്ച് ശരീരം ചീർത്തു പോകുന്നതിനാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വന്ന ആളുകൾ, അമേരിക്കയിൽ മാത്രം ഒരു സ്പെഷ്യൽ സർജറിക്ക് വേണ്ടി പോയവർ കഴിഞ്ഞ 1 വർഷം 1.5 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നെന്ന്. വളരെ എക്സ്പെൻസീവാണ് ആ സർജറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിവേ, അതിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല, വരത്തുമില്ല. എന്നാൽ അത് ചെയ്തവരിൽ ചിലർ പറയുന്നതാണ് ഗ്ലട്ടമി. കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ ഒരിക്കലും നിഗളിച്ചു പോകരുത്, അതിഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പോകരുത്. ലൂക്കോസ് 21:34 ഡ്രങ്കഡ്നെസ്. ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രാജ്യത്തോട് എതിർക്കുക, ജാതിയോട് എതിർക്കുക, ശ്രുതി കേൾക്കുക, യുദ്ധവാർത്തകൾ കേൾക്കുക, തൊഴിലില്ലായ്മ അനുഭവിക്കുക, ജോലി ചെയ്തവന് കൂലിയില്ലാതെ വരിക, യാത്രാ പ്രതിസന്ധികൾ ഉണ്ടാകുക, ആഭിചാരങ്ങൾ വളരുക, അമിതമായ ഭക്ഷണം, മദ്യപാനം, മയക്കുമരുന്ന്, ഇവയെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായി ദൈവവചനത്തിൽ കാണുന്നതാണ്. നാം അതിലേക്ക് പോകാതെ നശിക്കാതെ രക്ഷപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്നേൽപ്പിക്കാം. അടുത്തത് ജീവിത ഭാരം, ഇൻഡിസിപ്ലിൻ, ഡിപ്രഷൻ, ക്രൈ ഓഫ് ദ റിച്ച്, ടെററിസം, സൂയിസൈഡ് ടെൻഡൻസി, ഫാമിലി ബ്രേക്ക് ഡൗൺസ്, ഗേ ഓർ ലെസ്ബിയൻ ലൈഫ്. ഒന്ന് തൊടാം. ഉപജീവന ചിന്ത,
ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടു പോകരുത്. അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കുക. അതിലധികം ഉപജീവന ചിന്തയിലേക്ക് പോകാതിരിക്കുവാൻ, അങ്ങനെ വ്യാകുലപ്പെടാതിരിക്കുവാൻ കർത്താവ് നമ്മളോട് പറഞ്ഞു. അച്ചടക്ക രാഹിത്യം ഇന്നത്തെ തലമുറയുടെ ഭയങ്കര പ്രശ്നമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ഒക്കെയായി മാറും. തീമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിലും മറ്റും അത് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി 24:6, ലൂക്കോസ് 22, ലൂക്കോസ് 21, വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായം, സെഖരിയാവിൻ്റെ പ്രവചനം 8-ാമത്തെ അധ്യായം, റോമാലേഖനം 1-ാമത്തെ അധ്യായം, 2 തീമോഥെയോസ് 3-ാമത്തെ അധ്യായം, 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം എന്നിങ്ങനെ ഉള്ള ഭാഗങ്ങൾ ചിന്തിച്ചാൽ ഇതെല്ലാം നമുക്ക് കാണാം. മനുഷ്യർ നിരാശയോടുകൂടെ പരിഭ്രമത്തിലാകും, ഡിപ്രഷനിലേക്ക് അവർ മാറും. ഈ ദിവസങ്ങളിൽ ഡിപ്രഷൻ്റെ റേറ്റ് വർദ്ധിച്ചു വരുന്നത് പൊതുസ്ഥാനത്ത് ശുശ്രൂഷ എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കറിയാം. പണ്ടത്തേതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ ചർച്ചിൽ ഞങ്ങൾ വന്നിട്ട് ഏതാണ്ട് 36 വർഷത്തോളമാകുന്നു. ഞാൻ കൺവെൻഷനുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കൃപയാൽ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങളായി. അങ്ങുമിഞ്ഞും നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ കാണാം, അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ് ഇന്ന് ഡിപ്രഷനായി പ്രാർത്ഥിക്കാൻ വരുന്നത്. ഡിപ്രഷൻ്റെ റേറ്റ്, നിരാശാബോധം കൂടി വരികയാണ്. നിരാശയുടെ രോഗം വർദ്ധിച്ചു വരികയാണ്. ധനവാന്മാരുടെ നിലവിളിയാണ് വേറൊരു ഭാഗത്ത്. എതിലേ പോയി ഇൻകം ടാക്സ്, എതിലേ പോയി ആഡ് ടാക്സ്, GST ദണ്ട് ഇതുവഴി കൂടി തൻ്റെ ധനവാന്മാരുടെ മുറവിളി വേറൊരു വശത്തോടെ കാണാം. ഭീകരവാദം, ടെററിസം മറ്റൊരു ഭാഗത്തോട് ഉയരുകയാണ്. ആത്മഹത്യാ പ്രവണത, ദൈവമേ ഇതൊക്കെ പറയാൻ പ്രയാസമാണ്. തിരുവചനത്തിൽ എഴുതിയിട്ടിരിക്കുന്നതാണ്. പണ്ടില്ലാത്തത് എന്തുകൊണ്ട് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. ഭയങ്കര വേഗതയിലാണ്, റാപ്പിഡ് റേറ്റിലാണ്, ഒരു എക്സ്പെനൻ്റ് റേഷ്യോയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മറക്കരുത്. ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കും ശുശ്രൂഷ ഫീൽഡിലുള്ളവർക്കും ഇത് തിരിച്ചറിയാം. കുടുംബങ്ങളുടെ തകർച്ച എത്രയോ അതിനപ്പുറത്താണ് സ്വവർഗരതി, അതും ആരംഭിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എസെക്കിയേലിൻ്റെ പ്രവചനം 21-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അന്ത്യകാല ലക്ഷണങ്ങളുടെ രാഷ്ട്രീയ ലക്ഷണങ്ങളിൽ ഒന്നായി എടുത്തു പറയുന്നതാണ്, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും, അഥവാ രാജഭരണം എടുത്തുകളയും. ഉയ്യോ, ഇതൊരു ഭയങ്കര കാര്യം. ദയവായി വായിച്ചാട്ടെ എസെക്കിയേൽ 21:26-27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ പ്രവചനം എഴുതി വെക്കുന്ന എസെക്കിയേൽ പ്രവാചകൻ്റെ കാലം ഏതാണ്ട് BC 600-കളോടടുത്ത് രാജഭരണമെന്നൊന്നല്ലാതെ വേറൊരു ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാനില്ലാതിരിക്കുന്ന കാലം. താൻ പറയുകയാണ്, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും, അതങ്ങനെ ഇരിക്കയില്ല. രാജാവിനോടും രാജമാതാവിനോടും എന്ന് മലയാളത്തിലും രാജാവിനോടും രാജ്ഞിയോടും എന്ന് ഇംഗ്ലീഷിലും കാണാം. യെരമ്യാവിൻ്റെ പ്രവചനം 13-ാമത്തെ അധ്യായത്തിൽ, ഇറങ്ങി തറയിലിരിക്ക്, സിംഹാസനം വിട്ട് താഴെ ഇറങ്ങ്, ഞാൻ നിങ്ങളുടെ മകുടം നിങ്ങളുടെ കിരീടം എടുത്ത് തറയിലിടും, അതിൻ്റെ മഹത്വം ഞാൻ നശിപ്പിച്ച് കളയും, രാജഭരണം ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു. രാജഭരണം ഇല്ലാതാക്കുന്നത് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായി കാണാം. വായിക്കണം ില്ല യെരമ്യാവ് 13:18 ആ കാര്യം കിടക്കുന്നത് നമുക്ക് കാണാം. യെരമ്യാവ് 11:18 പറയുന്നത്, രാജാവേ രാജ്ഞിയേ നിങ്ങളെ തന്നെ താഴ്ത്തുക, ഇറങ്ങി താഴെയിരി, നിങ്ങളുടെ സിംഹാസനങ്ങൾ കഴിഞ്ഞു, ഞാനത് എടുത്തു കളയുവാൻ പോകുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്കൊന്ന് വായിച്ചേ മതിയാകത്തുള്ളൂ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, ബാക്കി ഞാൻ പറഞ്ഞോളാം. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ഇവിടെ ബാബേലിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സത്യത്തിൽ ഭാവിയിൽ നടക്കേണ്ടത് എന്ത് എന്നുള്ള ചിന്തയാൽ പള്ളിമെത്തയിൽ ഭാരപ്പെട്ട് രാജാവ് കിടന്നുറങ്ങി. ഭാവിയിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ മുഴുവനും കൂടെ ഒരൊറ്റ സ്വപ്ന രൂപത്തിൽ ദൈവം രാജാവിനെ കാണിച്ചു. സ്വപ്നം കണ്ട രാത്രിയിൽ തന്നെ രാജാവ് സ്വപ്നം മറന്നും പോയി. അങ്ങനെ എത്രയോ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടായിരുന്നു എന്താ വന്ന് ഓർക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇതിനകത്താണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം അദ്ദേഹം കണ്ടു മറന്നുപോയി. പിറ്റേ ദിവസം ബാബേലിലെ വിദ്വാൻമാരെ വിളിച്ചുകൂട്ടി. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആവർത്തി അത് തൊട്ടു.
പല മീറ്റിങ്ങുകളിലായി, പലയിടങ്ങളിലായി, പല മെസ്സേജുകളിലായി ബാബേലിലെ വിദ്വാൻമാരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി. അവരോട് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം എന്നെ തിരികെ ഓർമ്മിപ്പിക്കണം, അതിൻ്റെ അർത്ഥം ബോധിപ്പിക്കണം. ബാബേലിലെ വിദ്വാൻമാർ പറഞ്ഞു, ഇതൊരു ഒക്കുന്ന കാര്യമല്ല, ജഡവാസമില്ലാത്ത ദൈവത്തെ കൊണ്ട് മാത്രമേ അത് ഒക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ രാജാവ് പറഞ്ഞു, എല്ലാത്തിനെയും കൊല്ലാൻ പോകുകയാണ്. രാജാവ് അങ്ങനെ ഒരു കൽപ്പന കൊടുക്കുവാൻ കാരണം എന്തെന്ന് ദാനിയേൽ രാജ്യത്തെ അടിമകളിൽ ഒരാളാണ്, അന്വേഷിക്കുകയും ഇന്നതാണ് കാര്യമെന്ന് അറിഞ്ഞതുകൊണ്ട് ആ സ്വപ്നത്തെക്കുറിച്ച് ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഞാൻ ആദ്യം മുതൽ എടുക്കുന്ന വന്ന ശേഷം വിദ്വാൻമാരെ പോലെ നശിച്ചു പോകാതെ അവരിൽ ഒരാളിനെ പോലെ ആകാതിരിക്കേണ്ടതിന് ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തു. ദൈവത്തോട് ചോദിച്ച ആലോചനയ്ക്ക് ദൈവം ആ സ്വപ്നം ദാനിയേലിനെ വീണ്ടും ഒരു സ്വപ്നത്തിൽ വെളിപ്പെടുത്തുകയും ദാനിയേൽ ഇത് രാജാവിനോട് ചെന്ന് പറയുകയുമാണ്, രാജാവേ, അങ്ങ് പള്ളിമെത്തയിൽ വെച്ച് ചിന്തിച്ചു കൊണ്ട് കിടന്നത് ഇതാണ്, മേലാൽ സംഭവിപ്പാനുള്ളത് എന്ത് എന്ന് ചിന്തയാൽ അങ്ങയുടെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നമുക്കുമൊന്ന് ആലോചിക്കാൻ കൊള്ളാം, ബുദ്ധിയുള്ള ഏവനും ചിന്തിക്കാൻ കൊള്ളാം. വഴിയിൽ നടക്കുന്ന മൃഗങ്ങളെപ്പോലെ അല്ല ഞാൻ. ഒരിക്കൽ മേരി ജോൺ റോട്ടം എഴുതിയ ഒരു കവിതയ്ക്കകത്ത് അവരിങ്ങനെ എഴുതിയായിരുന്നു, അശിച്ചു കുക്ഷി നിത്യവും നിറച്ചഹങ്കരിക്കുമേ, പശുക്കളോട് തുല്യമോ മനുഷ്യജന്മം ഉത്തമം. എന്നും വയറ് നിറച്ച് തിന്ന ശേഷം അശിച്ചു കുക്ഷി നിത്യവും നിറച്ചഹങ്കരിക്കുന്ന ഒരു പശുവിനെ പോലെ അല്ല ഞാൻ, പകരം മനുഷ്യജന്മം ഉത്തമമാകയാൽ മേലാൽ സംഭവിപ്പാനുള്ളത് എന്ത് എന്നൊന്ന് ആലോചിക്കുന്നത് കൊള്ളാം. അത് ആലോചിച്ചതുകൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല, പക്ഷെ മേലാൽ സംഭവിപ്പാനുള്ളത് എന്ത് എന്ന് മുന്നമേ കുറിച്ച് വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തോടടുത്താൽ നമുക്ക് ചിലത് മനസ്സിലാക്കുവാൻ കഴിയും. രാജാവേ, ആ ചിന്ത അങ്ങയുടെ അകത്തുണ്ടായിരുന്നു. ദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് അങ്ങയെ അറിയിക്കുകയും ചെയ്തു. അങ്ങ് കണ്ടത് ഒരു വലിയ ബിംബം നിൽക്കുന്നതാണ്. ഇതാണ് കണ്ടത്. അതിനെ ഏതോ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ശൈലിയിലാക്കി ആ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് തെറ്റില്ലാതെ വരച്ചിരിക്കുന്നതാണ്. ദാനിയേൽ പ്രവചനം 22-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലാണ് എ വെരി ഹ്യൂജ് ഇമേജ് ഓഫ് കോംപ്ലക്സ് നേച്ചർ, വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു മഹാബിംബം. ഇതിനു മുമ്പ് ഈ രൂപം കണ്ടിട്ടില്ലാത്തവർ ദയവായി ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അതിനകത്ത് കാണുന്ന ആ തല, തങ്കം കൊണ്ടാണ് ആ തലയുള്ളത്. ആ തല വെറും ബിംബമാണ്, തങ്കം കൊണ്ടാണ് തലയുള്ളത്. ആ തല തിരുമേനി തന്നെയാണ്. ഇത് ബാബിലോന്യ സംസ്ഥാനത്തെ രാജ്യത്തെ കുറിക്കുന്നതാണ്. അത് എൻ്റെ അറിവിൽ പറയുകയാണ്. ഈ തല അങ്ങ് തന്നെയാണ്, അങ്ങയുടെ സാമ്രാജ്യമാണ്. 2 കൈകൾ രണ്ടും നെഞ്ചും വെള്ളി കൊണ്ടാണ് കാണുന്നത്. തല തങ്കം കൊണ്ടാണ്, കൈകൾ രണ്ടും നെഞ്ചും വെള്ളി കൊണ്ടാണ് കാണുന്നത്. ഇത് മെഡോ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന പേർഷ്യൻ സംസ്കാരത്തെ കുറിക്കുന്നതാണ്. പൊന്നിനോളം ആപേക്ഷിക സാന്ദ്രതയില്ലാത്ത വിലക്കുറവുള്ള ഒരു ലോഹമാണ് വെള്ളി. തല തങ്കമായിരുന്നെങ്കിൽ തൻ്റെ കൈകൾ രണ്ടും നെഞ്ചും വെള്ളി കൊണ്ടുള്ളതാണ്. 2 സംസ്കാരങ്ങൾ, മെഡോ ആൻഡ് പേർഷ്യൻസ്, 2 സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു ഭരണമായിരിക്കും. അത് മഹിമയിൽ കുറവുള്ളതായിരിക്കും. അതായിരിക്കും പേർഷ്യൻസ് രാജ്യം. 3-ാമത്തേതിനെ ഗ്രീസിനോട് ഉപമിക്കാം. അത് താമ്രം കൊണ്ടുള്ളതാണ്. വയറ് താമ്രം കൊണ്ടുള്ളതാണ് ബിംബത്തിൻ്റെ. തല തങ്കം കൊണ്ട്, കൈകൾ രണ്ടും നെഞ്ചും വെള്ളി കൊണ്ട്, വയറ് താമ്രം കൊണ്ട്. താമ്രം മറ്റ് 2-നേക്കാളും വില കുറവുള്ളതും മാന്യത കുറവുള്ളതുമായ ലോഹമാണ്. 3 റോമൻ ഭരണത്തെ കുറിക്കുന്നതാണ്. തുട രണ്ടും ഇരുമ്പും, തുടകൾ രണ്ടും അരയും ഇരുമ്പ് കൊണ്ടുള്ളതാണ്. റോമൻ ഭരണത്തെ 2 സഹോദരന്മാർ ചേർന്ന് ആരംഭിച്ചതാകയാൽ 2 ഭരണങ്ങളായി വന്ന്, പക്ഷേ ഒരു കൊടക്കീഴിൽ നിന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് 2 സാമ്രാജ്യങ്ങളായിരുന്നു. ഇരുമ്പിനുള്ള ബലം അതിനുണ്ട്. ഇരുമ്പ് പല്ലുള്ള ഭരണമെന്നാണ് റോമൻ ഭരണത്തെ വിളിക്കുന്നത്. രാജാവേ, അങ്ങയുടെ കാലശേഷം രാജ്യങ്ങൾ എഴുന്നേൽക്കും, സാമ്രാജ്യങ്ങൾ എഴുന്നേൽക്കും. അന്ത്യകാലം വരെയുള്ള ചരിത്രം ദൈവം കാണിക്കാൻ പോകുക. എൻ്റെ വിഷയം അന്ത്യകാലമാണ്. അന്ത്യകാലം വരെയുള്ള ചരിത്രം ദൈവം ഇവിടെ കാണിക്കുകയാണ്. കണ്ടോ, അങ്ങയ്ക്ക് ശേഷം വരുന്നത് മെഡോ പേർഷ്യൻ രാജ്യമാണ്. പിന്നത്തേതിൽ ഗ്രീസ് വരും. അത് കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യം ഭരണമേൽക്കും. ഏറ്റവും ഒടുവിലത്തെ ഭരണം പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമുള്ളതായിരിക്കും. അതിനെ ഡെമോക്രസി എന്ന് ഞാൻ വിളിക്കുന്നു. ജനങ്ങൾ തന്നെ ജനങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങളെ തന്നെ ഭരിക്കുന്ന ഇന്ന് കാണുന്ന സമ്പ്രദായത്തിലേക്ക് വരികയാണ്. അതിനെ ഡെമോക്രാറ്റിക്കൽ ഭരണമെന്ന് വിളിക്കും. ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും നിർമ്മിക്കപ്പെട്ട
പാശ്ചാത്യ സംഘടനകളെന്നും പൗരസ്ത്യ സംഘടനകളെന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഇടത്തെക്കാലും വലത്തെക്കാലും എന്ന വണ്ണം നിൽക്കുന്ന ഒരു ബിംബത്തെയാണ് കാണുന്നത്. ആ ബിംബത്തിൻ്റെ കാലിൻ്റെ ഏറ്റവും അടിയിൽ 10 വിരലുകളായി തിരിയുന്ന ഒരു ഭാഗമുണ്ട്. രാജാവേ, അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പർവ്വതത്തിൽ നിന്ന് കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ഈ ബിംബത്തെ ആ 10 വിരലുകളുള്ള കാലിലടിച്ചു. ആ ബിംബത്തെ മുകളിലത്തെ അറ്റത്തുള്ള തങ്കം മുതൽ താഴെയുള്ള ഇരുമ്പും കളിമണ്ണും ചേർന്ന ഭാഗം വരെ തെറിപ്പിച്ചു കളഞ്ഞു. അതിനെ മുഴുവനും പൊടിച്ചു കളഞ്ഞു. ആകാശത്തിലെ കാറ്റ് അതിനെ പറത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ സ്റ്റോറി. പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല. ആ ഗവൺമെൻറ്റുകൾ തീർന്നു. പകരം ഈ ബിംബത്തെ വന്ന് അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി മാറി. അത് മേലാൽ സംഭവിപ്പാനുള്ളത് സ്വർഗത്തിലെ ദൈവം പറയുകയാ. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഞാൻ വിശദീകരണത്തിലേക്ക് വരാം, ഈ രാജാക്കന്മാരുടെ കാലത്ത്, ആ 10 വിരലുകളുടെ കാലത്ത്, ജനായത്ത ഭരണത്തിൻ്റെ അന്തിമ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്തും ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കേണ്ടതിന് ഇന്നുള്ള സാമ്രാജ്യങ്ങളെ ഇടിച്ചു പൊളിക്കുകയും അവിടെ ഒരു കാലത്തും മാറാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്യും എന്ന ആശയമാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലാണ്. അടുത്തത് അതേ ബിംബത്തെ തന്നെ വേറൊരു ഷേപ്പിലൂടെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. അതിനകത്തെ ഗോൾഡ് എന്തോ ആണ്, സിൽവർ എന്തോ, ബ്രാസ് എന്താണ്, അയൺ എന്താണ്, അയൺ ആൻഡ് ക്ലേ ദ മിക്സർ എന്താണ് എന്നിത്യാദികൾ കാണിക്കുന്ന ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലും ഇതിൻ്റെ റെഫറൻസസ് ഉണ്ട്. ആ ഭാഗം കാണിക്കുക. ഇനി ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് മാറാൻ പോകുകയാണ്. ഇതിനൊക്കെ ഓരോന്നിനും എത്ര കാലങ്ങൾ വീതമുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. പൂർണ്ണ ഡീറ്റെയിൽസ് അല്ല ഞാൻ പറയുന്നത്. വേറൊന്ന് കാണാം. ഇതെന്തൊക്കെയായിരുന്നു കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ദൈവത്തിൻ്റെ ദൂതൻ വരികയും ദാനിയേലിന് ചില മൃഗങ്ങളുടെ രൂപത്തിൽ ഇതേ ബിംബത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ആരംഭത്തിങ്കൽ നേരെ നിർത്തി കാണിച്ചതും പിന്നത്തേതിൽ ചരിച്ചിട്ട് കാണിച്ചതുമായ അതേ ബിംബത്തെ തന്നെ നേരെ അതിൻ്റെ ഇടത്തുവശത്ത് നിർത്തിയിട്ടുണ്ട്. കളറിനൊരല്പം വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. വലത്തുവശത്ത് ദാനിയേലിനെ ദൈവം കാണിച്ചു കൊടുത്ത മൃഗങ്ങളോട് ഉപമിക്കുന്ന ഉപമകളാണ് കാണാനുള്ളത്. അതിനകത്ത് 4-ാമത്തെ അധ്യായം, 7-ാമത്തെ അധ്യായം, 8-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവചനം 4, 7, 8 അധ്യായങ്ങളിൽ ഈ വിശദീകരണങ്ങൾ കാണാം. ജാതിയായിരുന്ന, ദൈവത്തെ എന്തെന്ന് അറിയാൻ പാടില്ലാത്ത പക്ഷെ ദൈവഭയം ഉണ്ടായിരുന്ന ആ രാജാവിനെ ദൈവം ഇത് കാണിക്കുമ്പോൾ അതിനെ ജീവനില്ലാത്ത ഒരു ബിംബത്തിൻ്റെ രൂപത്തിൽ കാണിച്ചെങ്കിലും ദാനിയേൽ പ്രവാചകനെ കാണിക്കുമ്പോൾ മൃഗങ്ങളുടെ രൂപത്തിൽ കാണിച്ചു. ജീവൻ ഉള്ളതും ചലനശേഷിയുള്ളതുമായ മൃഗങ്ങളുടെ രൂപത്തിൽ കാണിച്ചു. അദ്ദേഹത്തെ കാണിച്ചു കൊടുത്ത ഭാഗങ്ങളാണിത്. വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല. തങ്കം കൊണ്ടുള്ള തലയെ തൻ്റെ ഒരു സ്വർണത്തെ ഒരു സിംഹത്തോട്, പ്രത്യേകിച്ചും ചിറകുള്ള സിംഹത്തോട് ഉപമിച്ചു. രണ്ടാമത്തേതിനെ, അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ളതിനെ ഒരു ബിയറിനോട്, ഒരു കരടിയോട് ഉപമിച്ചു. ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ്. അത് വായിൽ എത്ര വാരിയല്ല് കടിച്ചു പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ സാമ്രാജ്യം ഏതൊക്കെ സാമ്രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നു, അത് ഇടത്തോട്ടിടിച്ചു, വലത്തോട്ടിടിച്ചു, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഡിറക്ഷനിലാണ് ആ രാജാക്കന്മാർ അറ്റാക്ക് ചെയ്തിരുന്നത്, ഇതെല്ലാം ഇന്ന് ചരിത്രത്തിൽ കിടപ്പുണ്ട്. അത് അവിടെ എടുത്ത് വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല. ഗോൾഡ് ബാബിലോണിനെ കാണിക്കുന്നതാണ്, ദാറ്റ് വാസ് ലയൺ. സിൽവർ മെൻഡോപേഷ്യൻസിനെ കാണിക്കുന്നതാണ്, അത് ബിയറായിരുന്നു. തൻ്റെ ബ്രാസ് ഗ്രീസിനെ കുറിക്കുന്നതാണ്, ലെപ്പേഡായിട്ടാണ് അതിനെ കാണിച്ചത്. അയൺ റോമൻ ഭരണത്തെ കാണിക്കുന്നതാണ്, ഡ്രഡ്ഫുൾ ആൻഡ് ടെറിബിൾ ആനിമൽ. അതിനോളം നിയമകാഠിന്യം ഉണ്ടായിരുന്ന രണ്ടാമതൊരു ഭരണം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിയമകാഠിന്യമുള്ള ഡ്രഡ്ഫുൾ ആനിമൽ ആൻഡ് ഇറ്റ് വാസ് ടെറിബിൾ. ഏറ്റവും ഒടുവിൽ ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്ന ഡെമോക്രാറ്റിക് സിസ്റ്റം, റിപ്പബ്ലിക് സിസ്റ്റം. ഇതിനകത്തെ റോമൻ ഭരണം വരെ കിരീടധാരികൾ രാജ്യം ഭരിച്ചപ്പോൾ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് കിരീടധാരികളില്ല, കിരീടമില്ലാത്ത ഭരണമാണ്. ഞാൻ മകുടം നീക്കി കിരീടം തറയിലിടും, അതിൻ്റെ മഹത്വം ഞാൻ എടുത്തു കളയും. ഈ അന്തിമകാലത്ത് വരേണ്ട ഭരണത്തെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും വായിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിലും 7 തലയും 10 കൊമ്പുമുള്ള ഒരു ഭരണമായി ചിത്രീകരിക്കുന്നത് കാണാം. 10 വിരലുകൾ എന്ന് ദാനിയേൽ പ്രവചനത്തിൽ വിശദീകരിച്ചതിനെ 10 കൊമ്പുകൾ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇറ്റ്സ് എ ടെറിബിൾ ആനിമൽ.
ഈ മൃഗത്തിൻ്റെ പ്രത്യേകത ഇതിനു മുൻപുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളുടെ ലക്ഷണവും ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതിന് മുൻപ് വന്ന് തിരശ്ശീല മാറ്റി ഇവിടെ ഒരു പ്രഹസനം നടത്തി തിരശ്ശീലയുടെ ഉള്ളിലേക്ക് മാറിയ സംസ്കാരങ്ങളും ജാതികളും രാജ്യത്വങ്ങളും നിയമങ്ങളും നിയമസംഹിതകളും എല്ലാത്തിൻ്റെയും ഒരു ആവറേജ് പാറ്റേൺ ഒരുമിച്ച് ചേർത്തായിരിക്കും ഇതിൻ്റെ അന്തിമ ഭരണകൂടം വരുന്നതെന്നും 10 രാജാക്കന്മാർ ഭരിക്കുന്ന കാലം കാലിലെ 10 വിരലുകൾ ഉള്ളപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായ ഒരു മൃഗമായി അതിനെ ചിത്രീകരിച്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. എതിർ ക്രിസ്തു എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഞാൻ മുമ്പേ തന്നെ എടുത്തു പറഞ്ഞായിരുന്നു, വേദപുസ്തകത്തിന് ഭാഗിക നിവൃത്തീകരണങ്ങൾ ധാരാളമുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ AD 303 ജീവിച്ചിരുന്ന ദ മർഡർ മോസ്റ്റർ എന്നറിയപ്പെടുന്ന രാക്ഷസ കൊലപാതകൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ലോകത്തെ ഒരുപാട് ഭീതിപ്പെടുത്തി, പ്രത്യേകിച്ച് യഹൂദന്മാരെ നശിപ്പിച്ച് വല്ലാതെയാക്കി, ലോകത്തെ കയ്യിലിട്ട് അമ്മാനമാടി നശിപ്പിച്ചു കളഞ്ഞു. അതാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു. അങ്ങനെ പലരും വന്നിട്ടുണ്ട്, പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വേദപുസ്തകത്തിന് ഒന്നിലധികം നിവൃത്തീകരണങ്ങളുണ്ട്. ഇന്നും യേശുക്രിസ്തു വന്നു കഴിഞ്ഞു, മഹോദ്രവകാലം കഴിഞ്ഞു, പീഠായുഗം കഴിഞ്ഞു എന്നിത്യാദി പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഈ രാക്ഷസനെയാണ്, അല്ലെങ്കിൽ ഈ ഡയോക്ലീഷ്യനെയാണ്. അക്കാലം കൊണ്ട് ഇത് തീർന്നതാണ്, 303 വരെ കൊണ്ട് അക്കാലങ്ങൾ പോയി എന്ന് പറയുന്നവരുണ്ട്. നോ, അയാൾ കേവലം ഒരു ഉദാഹരണമായിരുന്നു. അങ്ങനത്തെ പലരുണ്ട്. അങ്ങനത്തെ ഉദാഹരണങ്ങളിൽ വേറൊന്നാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിനെ ഒരു രാക്ഷസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യഹൂദന്മാരെ കൊന്നൊടുക്കിയവരുടെ മാംസവും അവരുടെ ശവശരീരങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയോട് ചേർത്താണ് സാധാരണഗതിയിൽ ഹിറ്റ്ലറെ ചിത്രീകരിക്കാറുള്ളത്. ഹിറ്റ്ലർ എതിർ ക്രിസ്തുവിൻ്റെ ഒരു രൂപമായിരുന്നു, ഒരു ഭാഗിക നിവൃത്തീകരണമായിരുന്നു. ഇന്നും അത്തരം രൂപങ്ങളുണ്ട് എന്ന് മാത്രം ഞാൻ പറയട്ടെ. യെരമ്യാവിൻ്റെ പുസ്തകം 13:18 നമ്മൾ മുമ്പേ വായിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ഒന്ന് വായിച്ചാട്ടെ. യെരമ്യാവ് 13:18 ദയവായി ഒന്ന് വായിച്ചാട്ടെ. നീ രാജാവിനോടും രാജമാതാവിനോടും, ഇവിടെ രാജമാതാവ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ക്യൂൻ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. രാജാവിനോടും രാജ്ഞിയോടും. ഞാൻ പല തർജ്ജിമകൾ എടുത്തു നോക്കി, അതിനകത്തൊക്കെ തന്നെ ക്യൂൻ എന്ന ആശയമാണ് കൊടുത്തിരിക്കുന്നത്. രാജാവിനോടും മിസ്ട്രസിനോടും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. നീ രാജാവിനോടും, രാജമാതാവ് എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നൊരർത്ഥം അതിനുണ്ട്. ആ അർത്ഥത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. രാജാവിനോടും രാജമാതാവിനോടും പറഞ്ഞാട്ടെ. താഴെ ഇറങ്ങിയിരിപ്പിൻ, നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ കിരീടം നിലത്ത് വീണിരിക്കുന്നു, അത് വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. മറക്കരുത്, ഇത് BC ഏതാണ്ട് 600 പറയുന്ന പ്രവചനമാണ്. അന്ന് കിരീടമുള്ള രാജാക്കന്മാരല്ലാതെ രാജ്യം ഭരിക്കുമെന്ന് ചിന്തിക്കാനൊക്കാത്തൊരു കാലം, ഇമാജിനേഷൻ ഇല്ലാത്തൊരു കാലം, ഒരു സ്വപ്നത്തിൽ ഒരാൾ ചിന്തിക്കാത്ത കാലം. ആ കാലത്താണിത് പറയുന്നത്. ഞാൻ രാജാവിനോടും രാജ്ഞിയോടും പറയുന്നു, നിന്റെ മനോഹരമായ മകുടമുണ്ടല്ലോ, മണിമകുടം ഞാൻ എടുത്ത് തറയിലിടുകയാ, പകരം നീയും കൂടെ ഇറങ്ങി തറയിലിരിക്ക്. അതങ്ങനെ ഇരിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ചരിത്രത്തിലോട്ടൊന്ന് കയറാൻ പോകാം. BC കാലഘട്ടം കഴിഞ്ഞു. എങ്ങും ഒരു രാജാവും കിരീടമില്ലാത്തവനില്ല. 1-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു. AD 930 വരെ ഒരൈഡിയ പോലും ആർക്കുമില്ല രാജാവില്ലാത്ത ഒരു ഭരണം. രാജാവില്ലാത്ത ഒരു ഭരണത്തെക്കുറിച്ച് ചരിത്രം തപ്പിയപ്പോൾ AD 930 കണ്ടത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പസ്വല്പം വ്യത്യാസങ്ങൾ കണ്ടെന്ന് വരാം. പല ചരിത്രകാരന്മാരും പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് ആൻ അപ്രോക്സിമേറ്റ്ലി AD 930 ആഥൻസ് ചിന്താഗതിയിൽ നിന്ന് ജനായത്ത ഭരണം എന്നൊരാശയം മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ വരുന്നത്. ജനായത്ത ഭരണം, ഡെമോക്രസി, ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന ഒരു ഭരണം. ആ ചിന്ത ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടതാണെങ്കിലും ആ ചിന്ത വരുന്നത് AD 930 ആഥൻസിൽ വെച്ചാണ്. അന്നും ഒരൊറ്റയാളും കിരീടം കളഞ്ഞില്ല, എങ്ങും ഒരു ജനായത്ത ഭരണം ഉണ്ടായില്ല എന്നുവരെ AD 000 through 1499 1499 വരെ അപ്രോക്സിമേറ്റ്ലി ഒരു രാജ്യത്തും ഈ യാഥാർത്ഥ്യം നടന്നിട്ടില്ല. പക്ഷേ 1950 അമേരിക്ക ആദ്യത്തെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. മകുടം നീക്കി കിരീടം തറയിലിട്ടു. എൻ്റെ പൊന്നെ, 1450 ആദ്യത്തെ സാമ്രാജ്യം ഡെമോക്രാറ്റിക് രാജ്യമായി വരുന്നത്.
1450 മുതൽ ഞാൻ ഈ ആശയങ്ങൾ എടുത്തിരിക്കുന്നത് പാസ്റ്റർ KY ഗീവർഗീസ് എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങളിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ തലമുറയ്ക്ക് ആവശ്യമുള്ള ആധികാരികമായ വിവരങ്ങൾ വളരെ ഗൗരവമായി അന്വേഷിച്ച് ആധികാരിക പുസ്തകങ്ങളിൽ നിന്നും ന്യൂസ് ഏജൻസികളിൽ നിന്നും എവിടെ നിന്നാണ് താൻ എടുത്തിരിക്കുന്നതെന്ന്, ഏത് ശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് എന്നിത്യാദികളെല്ലാം ശേഖരിച്ച് തൻ്റെ പുസ്തകങ്ങളിൽ താൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് എടുത്തത്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഇന്ന് ഞാനിതിനെക്കുറിച്ച് ഇവിടെ പറയുമെന്നൊന്ന് പറയുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇന്ന് രോഗിയായി വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാകയാൽ ബന്ധപ്പെട്ട ചിലരോട് പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറയുകയാണ്. അദ്ദേഹമാണത് ആധികാരികമായി എഴുതി വച്ചിരിക്കുന്നത്. ഈ 1450 എന്നുള്ള കണക്ക് അദ്ദേഹമല്ല തന്നിരിക്കുന്നത്, അത് വിക്കിപീഡിയയിൽ നിന്ന് ഞാൻ എടുത്തതാണ്, അല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തത്. അത് 1450 USA ആദ്യമായി ഡെമോക്രാറ്റിക് ഭരണത്തിലേക്ക് വരുന്നത് അപ്രോക്സിമേറ്റ്ലി. ആട്ടെ, അന്ന് 1450 ഒരൊറ്റ രാജ്യമേ ഉള്ളൂ ഡെമോക്രസി, അല്ലെങ്കിൽ കിരീടമില്ലാത്ത രാജ്യം. 1450 മുതൽ 1900 വരെയുള്ള 550 വർഷം കൊണ്ട് 5 രാജ്യങ്ങൾ ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. ഇത് KY ഗീവർഗീസിൻ്റെ ആശയമാണ്. 5 രാജ്യങ്ങൾ ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. 1900 മുതൽ 1930 വരെ കൊണ്ട് 30 വർഷം കൊണ്ട് 11 രാജ്യങ്ങൾ ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. നോക്കിക്കൊണ്ടും പോകുന്ന പോക്ക് ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. 1931 മുതൽ 1970 വരെ കൊണ്ട് 120 രാജ്യങ്ങൾ പ്ലസ് മൈനസ് 120 രാജ്യങ്ങൾ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞു, ജനാധിപത്യ ഭരണത്തിലേക്ക് മാറി. യേശുവിൻ്റെ വരവിനോട് അടുത്തു വരുന്ന കാലം പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാം. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. മറക്കരുത്, ഇത് ആത്മലോകത്തിലും ബാധകമാണ്. കുത്തകപ്പാട്ടമായി കൊണ്ടു നടന്ന പലർക്കും ഇതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞ് വെച്ചൊഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ശുശ്രൂഷകന്മാരെ ദൈവം ശക്തീകരിക്കാൻ തുടങ്ങി, പലരെയും ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ജനാധിപത്യ ഭരണത്തിലേക്ക് വരിക. ആ ഭരണത്തിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുക. എസെക്കിയേൽ പ്രവചനം 21:26 ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ദയവായിട്ടൊന്ന് വായിക്കാമോ ബ്രദറെ? എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഭരണത്തിൽ വരുന്ന വ്യത്യാസം. ഇന്ത്യയുടെ ചരിത്രം പുറകോട്ടെടുത്താൽ ക്ഷത്രിയ വംശത്തിൽ ജനിക്കാത്ത ഒരുത്തൻ അതാണ് ഉയർന്നത്. മറ്റൊരുത്തന് ഭരണമേറ്റെടുക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം. ഉന്നത വിദ്യാഭ്യാസവും സംസ്കാരവും അതിനാവശ്യമാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലം എവിടെയോ പോയി. നമ്മുടെ പ്രസിഡന്റന്മാർ താഴ്ന്ന ജാതികളിൽ നിന്നും കടന്നു വന്നവരുണ്ട്. തീരെ താണ ജോലികൾ ചെയ്തിരുന്നവരും ബാക്ക്ഗ്രൗണ്ടുള്ളവരും പ്രൈം മിനിസ്റ്റേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സുമായ ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് തിരുവചനത്തിൻ്റെ ആധികാരികതയും ഗൗരവവും വിളിച്ചു പറയുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ താണതിനെ ഉയർത്തും, രാഷ്ട്രീയ രംഗം ഉയർന്നതിനെ ഞാൻ താഴ്ത്തും. അമേരിക്കയുടെ പ്രസിഡന്റന്മാർ വഴിവിളക്കിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചവനും ഉടുക്കാൻ ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവൻ തൻ്റെ ചെറ്റപ്പുരയുടെ മുമ്പിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നതുമായ പഴയ ചരിത്രങ്ങൾ പറയാനുള്ളവർക്ക് അമേരിക്കൻ പ്രസിഡന്റന്മാരായി മാറുവാൻ കഴിഞ്ഞെങ്കിൽ, എസെക്കിയേലേ, അങ്ങ് നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുന്നമേ ഇതെങ്ങനെ അറിഞ്ഞു? എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എഴുതി വെച്ചു 21:26 മകുടം അങ്ങനെ ഇരിക്കയില്ല, ഞാൻ കിരീടം എടുത്തു കളയും, താണതിനെ ഉയർത്തി ഉയർന്നതിനെ താഴ്ത്തുന്ന ഒരു കാലം വരും. യെശയ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? യെശയ്യാവ് 3:4 രാഷ്ട്രീയ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്? ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരായി വയ്ക്കും, ശിശുക്കൾ അവരെ വാഴും. ഈ ബാലന്മാരെയും ശിശുക്കളെയും കയറ്റുക. ഇമ്മച്വർഡ് ആളുകൾ, യൂത്ത് രംഗത്തേക്ക് വരിക. ഇമ്മച്വർഡ് യൂത്ത് രംഗത്തേക്ക് വരികയാണ്. രാഷ്ട്രീയം എന്തെന്നറിയാൻ വയ്യാത്ത, ഭരണം എന്തെന്നറിയാൻ വയ്യാത്ത, ഭരണാധികാരികൾ ആരെന്നറിയാൻ വയ്യാത്ത ഇമ്മച്വർഡായ ഒരു സമൂഹത്തെ, തീരെ ചെറുപ്പക്കാരെ ഭരണത്തിലേക്ക് കയറ്റിവിടുക. യെശയ്യാവ് 3:12 കൂടെ ദയവായി നോക്കിയാലും 12. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീകൾ ഭരണരംഗത്ത് വരുന്നതും കുട്ടികൾ ഭരണരംഗത്ത് വരുന്നതും ചിന്തിക്കാൻ കഴിയാതിരുന്ന സഹസ്രാബ്ദങ്ങൾക്ക് മുന്നമേ തൻ്റെ തിരുവചനം എഴുതി വയ്ക്കുകയാണ്. കുട്ടികൾ അവരെ ഭരിക്കും, അവരെ പീഡിപ്പിക്കും. ഞാൻ പറഞ്ഞു ഇമ്മച്വർഡ് യൂത്ത്.
വിമൻ, സ്ത്രീകൾ അവരെ ഭരിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണങ്ങളിൽ നാം എത്തി. മറക്കരുത്, നാം ആ നിവർത്തീകരണത്തിൽ അന്ത്യകാലത്തേക്ക് പോകുകയാണ്. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതലുള്ള ചില വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കാമോ? ഹഗ്ഗായിയുടെ പ്രവചനം, ദ കമ്മ്യൂണിയൽ ഡിസാർമണി സംഭവിക്കാൻ പോകുകയാണ്. ഈ ജനായത്ത ഭരണത്തിൽ നടക്കേണ്ട വേറെ ചില കാര്യങ്ങളാണ് കമ്മ്യൂണിയൽ ഡിസാർമണി. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കണമെങ്കിൽ ജാതികൾ തമ്മിലുള്ള എതിർപ്പിനെ പ്രവചന ഭാഷയിൽ വിശദീകരിക്കുകയാണ് ഇവിടെ. ഞാൻ പ്രവചന ഭാഷ സാധാരണ മലയാളത്തിലേക്ക് മാറ്റിത്തരാം. ഹഗ്ഗായിയുടെ പുസ്തകം 2:6-7. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഇവിടെ ഒരു വാക്ക്, ഒരു വിശദീകരണം പറഞ്ഞോട്ടെ. വേദപുസ്തക ഭാഷയിൽ ജനസമൂഹത്തെ കടലിനോട് ഉപമിക്കാറുണ്ട്. ജനസമുദായ കടൽ എന്ന് നാം ഇന്ന് ചിന്തിക്കുന്ന ആശയം വേദപുസ്തകത്തിൽ നിന്നാണ്. ജനക്കൂട്ടത്തെ കടലിനോട് ഉപമിക്കാറുണ്ട്, ജനക്കൂട്ടത്തെ ആകാശത്തോട് ഉപമിക്കാറുണ്ട്. അബ്രഹാമിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയായിരിക്കും, നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെയായിരിക്കും. ഇത് കമ്മ്യൂണിയൽ ഡിസ്ഹാർമണിയെ കാണിക്കുന്നതാണ്. ഈ സിവിൽ വാർ വിളിച്ചു പറയുന്നതാണ്. ജാതി സ്പർദ്ധയും വൈരാഗ്യവും വിളിച്ചു പറയുന്നതാണ്. ആരെ കൊണ്ട് ഒതുക്കാൻ ഒക്കത്തില്ല. തീരെ നാശയോഗ്യന്മാരായവർ അതിന് മുൻകൈ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും. എന്തിനു വേണ്ടി? വായിച്ചതാവട്ടെ. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. സകല ജാതികൾക്കും ചേർന്നൊരു മനോഹര വസ്തു ഉണ്ട്, ഒരു മനോഹര വസ്തു. എല്ലാ ജാതികളിൽ നിന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യതയ്ക്ക് അർഹരാകുന്ന സകല നാനാ ജാതി മതവിഭാഗങ്ങളിൽ നിന്നും കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. ദൈവത്തിന് ജാതി വ്യത്യാസമില്ല, വർഗ വ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല, വലിയവനെന്നില്ല, ചെറിയവനെന്നില്ല. ഞാൻ സകലത്തെയും ഇളക്കും. ഇവയുടെ മനോഹര വസ്തു വെളിപ്പെട്ടു വരേണ്ടതിന് ഒരിക്കൽ കർത്താവിൻ്റെ ദാസൻ കാനമച്ചൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഈ പദം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്, അദ്ദേഹം എന്നോട് എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. കാനമച്ചൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പോയേച്ച് വരുമ്പോൾ അമ്മ തൈര് കലക്കി വെണ്ണ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ തൈര് കലക്കാനായിട്ട് ഒരു കലത്തിനകത്ത് തൈര് ഒഴിച്ച്, അന്നത്തെ ഭാഷയിൽ മായാട എന്ന് പറയുന്ന ഒരു അടപ്പ് കൊണ്ട് അത് അടച്ച് അതിനകത്ത് മത്തെന്ന് പറയുന്ന ഒരു വസ്തു ഇട്ട് കറക്കുന്നത് കാണാം. ഈ തൈരും കലത്തിനകത്ത് ഭയങ്കര ഭയങ്കര ഒച്ചയാ, ഭയങ്കര ബഹളമാ. ഇതിനകത്ത് മത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ച് വലിയ ഭയങ്കര ബഹളമാ. അമ്മ എന്തിനായി ബഹളം ഉണ്ടാക്കുന്നത്? അമ്മ പറയും, ഒരു ഇച്ചിരി കഴിയുമ്പം കാണിക്കാം മോനെ. അത് കഴിയുമ്പോൾ കലം ഇങ്ങോട്ട് തുറക്കുമ്പോൾ വെണ്ണ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് കാണാം. ദൈവമേ, ഈ തൈരും കലത്തിനകത്ത് ഇത്രയും ബഹളം നടന്നത് ഈ വെണ്ണ തിരിച്ചെടുക്കാനാണോ? ഇതല്ലേ ഹഗ്ഗായി പണ്ടേ പറഞ്ഞത്, ഞാൻ ആകാശത്തെ ഇറക്കും, ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കും, കടലിനെ ഇളക്കും. എന്തിനു വേണ്ടിയാ? ഇതിനകത്തൊരു മനോഹര വസ്തു കിടപ്പുണ്ട്, അതിനെ ഇനി പെറുക്കിയെടുക്കുവാൻ, അതിനെ ഇനി അരിച്ചെടുക്കുവാൻ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവവേദന, നിങ്ങൾ ദൈവസഭ ദൈവത്തിൻ്റെ മനോഹര വസ്തുവാണ്. ഇതിനെ വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരേണ്ടതിന് ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കും. മനോഹര വസ്തു പുറത്തു വരണമെന്ന് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇക്കാര്യങ്ങൾ ചെയ്യുകയാ. ഇതിനപ്പുറത്ത് ഈ മനോഹര വസ്തു പുറത്തു വരും. കുതിരയെയും അതിൽ കയറിയവരെയും അതും ഇതും എല്ലാം സംഹരിക്കേണ്ടതിന് എനിക്ക് ഈ മനോഹര വസ്തു വേണം. നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കും, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കും, നിങ്ങൾ ഇസ്രായേലിനെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ വലിയ ന്യായവിധി നടത്തേണ്ടതിന് ദൈവത്തിനൊരു മനോഹര വസ്തുവിനെ വേണം, അതിനെ പുറത്തെടുക്കേണ്ടതിന് വേണ്ടിയാണ്. തൻ്റെ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ആ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുന്നത് കൊള്ളാം. 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിന് 666 എന്ന് പറയുന്ന ഒരു സംഖ്യ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്ര എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. എതിർ ക്രിസ്തു എന്നുള്ള ഒരു ഭാഗം എടുക്കാൻ എനിക്കുണ്ട്. ഞാൻ പണ്ടിത് എടുത്തതാണ്, ഒരു പ്രാവശ്യം കൂടി എടുക്കാനുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ കോമ്പിനേഷനിൽ പല കാര്യങ്ങൾ വരും. അതിനകത്തൊന്നാണ് 666 എന്ന നമ്പർ. 18-ന്റെ 10 ഒന്ന് വായിക്കാമോ ദയവായി? വെളിപ്പാട് പുസ്തകം 18-ന്റെ 10. അതിനകത്ത് ഇറാഖ് അല്ലെങ്കിൽ ബാബിലോണിനെ കുറിച്ചൊരു പ്രസ്താവനയുണ്ട്. അതൊന്ന് പറഞ്ഞങ്ങ് പോകാനായിട്ടാണ്. ബാബിലോണിനെ കുറിച്ച്. അയ്യോ അയ്യോ, മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ബാബേലിനെ കുറിച്ച് നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ്. അക്ഷരീകമായ ബാബിലോൺ ഇന്ന് ഇറാഖ.
ഞാൻ ഈ ചിത്രത്തിനകത്ത് ഇടത്തുവശത്ത് കാണിച്ചിരിക്കുന്നത് പണിതുയർത്തി വെച്ചിരിക്കുന്ന ഇറാഖിൻ്റെ ഒരു അത്ര ക്ലാരിറ്റി ഇല്ലാത്ത എൻ്റെ കിട്ടിയൊരു പടമാണ്. വലത്തുവശത്ത് കാണുന്നത് കഴിഞ്ഞ ഇറാഖ് യുദ്ധം കഴിഞ്ഞ ശേഷം അത് പൊളിഞ്ഞു കിടക്കുന്നതാണ്. അയ്യോ മനോഹര രൂപി! ഇത് വേദപുസ്തകത്തിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു ഭാഗിക നിവർത്തീകരണമാണെന്ന് മറക്കരുത്. ഭാഗികമായ അനവധി നിവർത്തീകരണങ്ങളുണ്ട്. അമേരിക്കയ്ക്കുണ്ട്. ഞാൻ ആദ്യമേ ഈ ഭാഗം എടുത്ത് പഠിക്കുമ്പോൾ ഇരുന്ന് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ നല്ല സ്നേഹിതന്മാരിൽ പലരും അവിടെയുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന പലരും ഈ ദേശങ്ങളിലൊക്കെ ഉണ്ട്. ഭൂമിയുടെ അതിമനോഹരമായ സകലതും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് ചിത്രീകരിക്കാവുന്ന നിവർത്തീകരണങ്ങൾ ഇതിന് നടക്കും. ഇവിടെ ഇറാഖിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഇറാഖ് പഴയ ബാബിലോണാണ്. അയ്യോ വൻ നഗരമേ, നീ എങ്ങനെ വീണുപോയി! കുറച്ച് മുമ്പേ നമ്മൾ കാണുമ്പോൾ തൻ്റെ ചൈനയിലെ ഒരു പട്ടണത്തെ ഒന്ന് എടുത്തു കാണിച്ചു. അതിൻ്റെ മഹിമയും ഭംഗിയും എന്തായിരുന്നു. അത് പിന്നത്തേതിലൊന്ന് തകർന്നു. ഒരു വലിയ തകർച്ച ഉണ്ട് എന്ന് മറക്കരുത്. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിയാലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒത്തിരി ബൈബിൾ സ്കൂളിൽ കയറിയതുപോലുമല്ല, പഠിച്ചതുമല്ല. പക്ഷേ എന്തുകൊണ്ട് വളരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി? ഒരൊറ്റ കാരണം, ഞാൻ താണതിനെ ഉയർത്തും. ഉയർന്നിരുന്ന പലതും എൻ്റെ അപ്പൻ പാസ്റ്ററാണ്, വല്യപ്പൻ പാസ്റ്ററാണ്, അമ്മായിയപ്പൻ പാസ്റ്ററാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ കൈ കൊണ്ട് മരിച്ചവർ ഉയർക്കണം, ഈ മനുഷ്യൻ്റെ കൈ കൊണ്ട് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണം. പക്ഷേ ഇവനെ ഒന്നിനും കൊള്ളുകയില്ല. ഇവനെ വെളിമ്പറമ്പിൽ എറിഞ്ഞ ശേഷം ബൈബിൾ സ്കൂൾ കണ്ടിട്ടില്ലാത്ത, ആത്മീക പാരമ്പര്യം പറയാനില്ലാത്ത, ദൈവത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്ത താണതിനെ ഉയർത്തിയ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്രയോജനകരായി കിടക്കുന്ന ചിലർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, മാനിക്കുന്ന ഒരു നഗരമുണ്ട്. അയ്യോ വൻ പട്ടണമേ, കഴിഞ്ഞ തലമുറയിൽ അത്ഭുത രോഗശാന്തികൾ കണ്ടവനെ, കഴിഞ്ഞ തലമുറയിൽ അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയവനെ, ഇന്നത്തെ തലമുറയിൽ ദൈവത്തിന് ശത്രുവായി നീ മാറിയതെങ്ങനെ? ആത്മലോകത്തെ നിരൂപിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിനെതിരെ നീചത്വം പറഞ്ഞുകൊണ്ടും നീ ഇറങ്ങിത്തിരിച്ചത് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നല്ലാതെ മറ്റെന്താകും? ഇന്ന് താണുകിടക്കുന്ന ചിലതിനോട് പറയാം, കർത്താവ് നമ്മളെ ഉയർത്തും. കൂട്ടത്തിൽ ഒരു വൺ വേൾഡ് ഗവൺമെൻറ്, ഞാനത് എളുപ്പം തൊട്ടിച്ച് നിർത്താൻ പോകുക. എൻ്റെ സമയമായി. സൈൻ ഓഫ് ഹിസ് കമ്മിങ്. ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റും കൂടെ ഒടുവിൽ ഉണ്ടാകണം. ഞാൻ അവിടേക്ക് വരാൻ പോകുകയാണ്. അതിനു മുന്നമേ അനേക പീസ് ട്രീറ്റീസ് നടക്കും. ഇന്നത്തെ സന്ദേശത്തിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയിക്കോട്ടെ. 1 തെസ്സലോനിക്കർ, ഇനി വാക്യം വായിക്കുന്നില്ല. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറഞ്ഞ് നിർഭയമായി ഇരിക്കുവാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ പീസ് ട്രീറ്റീസ്, സമാധാന ഉടമ്പടികൾ സൈൻ ചെയ്തുകൊണ്ടിരിക്കും. പീസ് ട്രീറ്റീസ്, ഇന്ന രാജ്യവും തമ്മിൽ യുദ്ധമുണ്ടാകുകയില്ല, ഇന്ന രാജ്യവും തമ്മിൽ ഇനി പ്രശ്നമില്ല, അണുവായുധങ്ങൾ ഇനി ഉണ്ടാക്കുകയില്ല. ഒരുപാട് പീസ് ട്രീറ്റുകൾ കാണാം. ഉണ്ടാക്കുന്നതിൻ്റെ പുറമേ അത് പൊട്ടിത്തകരുന്നതും കാണാം. ബൈബിൾ പറഞ്ഞ്, നീ അങ്ങനെ പറയുന്നുണ്ടോ? പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. നിന്റെ പീസ് ട്രീറ്റുകൾ മുഴുവനും പൊളിയും. അവസാനം എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യേണ്ടതിന് ഒരു വൺ വേൾഡ് ഗവൺമെൻറ് വന്നേ മതിയാകും. എന്നിത് പറയുന്നതിനകത്ത് അർത്ഥവ്യാപ്തി കൂടുതലാണ്. ബ്രിട്ടൻ്റെ പഴയ പ്രൈം മിനിസ്റ്റർ ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടി ഒരാഹ്വാനം കൊടുത്തുവെന്ന് ചില ന്യൂസ് രേഖകൾ പറയുന്നു. നേരോ കള്ളമോ അവർക്കറിയാം. പക്ഷെ ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടായിരിക്കും നിശ്ചയം. അതിനെ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. അതിനകത്ത് പല ഘടകങ്ങളുണ്ടായിരിക്കും. ഒന്ന്, അതിനകത്ത് ഒരു മൃഗം അഥവാ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണമുണ്ട്. 2, അതിനകത്തൊരു ഡ്രാഗൺ, അതിനകത്ത് ഒരു മഹാസർപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പൈശാചിക ശക്തി. അതിൻ്റെ കീഴിലുള്ള ഏലിയൻസ്, എലിമിനാറ്റി ഹൗസ് മുതലായി ഒരുപാട് കാര്യങ്ങളുണ്ട്. സൈറ്റൻ വർഷിപ്പ് അതിനകത്തുണ്ട്, ദുരുപദേശം അതിനകത്തുണ്ട്, ക്രമം തെറ്റിയവർ അതിനകത്തുണ്ട്, തകർന്ന് വീണവർ അതിനകത്തുണ്ട്. എല്ലാം കൂടെ ചേരുന്ന ഒരു ഡ്രാഗൺ. 3, ഫോൾസ് പ്രോഫറ്റ് അല്ലെങ്കിൽ ഒരു കള്ളപ്രവാചകൻ. പ്രവാചകൻ്റെ വേഷം കെട്ടിയ കള്ളപ്രവാചകൻ. ഞാനും ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ദൈവത്തെ നശിപ്പിക്കുന്നവൻ, ദൈവപ്രവൃത്തിയെ നശിപ്പിക്കുന്നവൻ. ഇവ 3ഉം കൂടെ ചേർന്നായിരിക്കും ഒരു എതിർ ക്രിസ്തുവിൻ്റെ രൂപീകരണം. എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഗൗരവമായി ചില ആഴ്ചകൾ കൊണ്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തതാണ്. ഈ ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ അത് ആവർത്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും 2 ചേർത്താൽ ബീസ്റ്റിനെയും ഡ്രാഗനെയും കാണാം. ബീസ്റ്റ്, ഡ്രാഗൺ, അതിൻ്റെ അതോറിറ്റി ഈ ബീസ്റ്റിന് അഥവാ ഈ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അതിന് വമ്പ് പറയുന്ന ഒരു നാവുണ്ട്. ദൈവദാസന്മാരെ ദുഷിക്കുന്ന, ബ്ലാസ്മി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് ഫോൾസ് പ്രോഫറ്റിനെ കാണുന്നത്. ആ ഫോൾസ് പ്രോഫറ്റിൻ്റെ വായിൽ നിന്ന്
വേണ്ട ഒരു തവളയെപ്പോലുള്ള ഒരു അശുദ്ധാത്മാവ് വേണ്ട വ്യാജം പറയുന്ന ഈ ചിലരെയൊക്കെ കുറിച്ച് പറഞ്ഞാൽ ഈ അപവാദം പറയാനും കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാനും എന്നെ സമർത്ഥരെന്നറിയാമോ? എന്നെ സമർത്ഥര. വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് പുതുദോഷം സങ്കല്പിക്കുന്നവർ എഴുന്നേറ്റ് വരും, പുതിയ പുതിയ കുറ്റം പറഞ്ഞുണ്ടാക്കാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ. ഇതിന് സ്മാർട്ടായിട്ടുള്ള ആളുകളെ പിശാചിൻ്റെ ഉണ്ട്. അവൻ്റെ പണിശാലിയിൽ നിന്ന് പുറത്തു വരും. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ശക്തി പൈശാചികമാണ്. അവരുടെ ലാംഗ്വേജ് കേട്ടാൽ അറിയാം, അവരുടെ സംസാര ശൈലി കേട്ടാൽ അറിയാം. ലോകത്തിൻ്റെ സംസാര ശൈലിയിലേക്ക് തരം താഴ്ന്നു പോയ ഒരു ആത്മീയ ലോകം, തകർന്നു പോയ ഒരു ആത്മീയ ലോകം, ഇത് ഒരുമിച്ച് ചേർന്നായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് വരട്ടെ. ബീസ്റ്റ്, ഡ്രാഗൺ ആൻഡ് ഫോൾസ് പ്രോഫറ്റ്, ഇവ മൂന്നും കൂടെ ചേർന്ന് ഒരു എതിർ ക്രിസ്തുവിൻ്റെ രൂപം കൊടുക്കും. ഇനി അതൊന്ന് പറഞ്ഞ് നിർത്തുക. എതിർ ക്രിസ്തുവിന് രൂപം കൊടുക്കുമെന്ന് 2015 സെപ്റ്റംബർ മാസം 25 UNOയുടെ ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അതിൻ്റെ നേരെ മുകളിൽ ബ്ലഡ് മൂൺ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തേണ്ട UNOയുടെ ഒരു സംഘം കൂടി അവരന്ന് അജണ്ട 2030 എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക വാർത്ത പുറത്തു കൊണ്ടുവന്നു. അന്നത് പരസ്യപ്പെടുത്തിയില്ല, മാസങ്ങൾക്ക് ശേഷമാണ് പരസ്യപ്പെടുത്തുന്നത്. ബ്ലഡ് മൂണുകൾ ആകാശത്തെ ലക്ഷണങ്ങളാണെന്നും സമയം, കാലം, സീസൺ മുതലായത് തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് ദൈവം അവയെ സൃഷ്ടിച്ച, പ്രത്യേകിച്ച് ചന്ദ്രനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്നും തിരുവചനത്തിൽ രേഖകളുണ്ട്. മറക്കരുത്, ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖകളുണ്ട്. ആ ചന്ദ്രനിൽ ബ്ലഡ് മൂൺ സംഭവിക്കുമ്പോൾ, ബ്ലഡ് മൂൺ അവിടെ ഉണ്ടാകുമ്പോൾ ഏതൊക്കെയോ ചില സീസൺ ചേഞ്ച് അറിയിക്കുകയാണ് എന്ന് ആഗോള വ്യാപകമായി തിരുവചനത്തെ പരിചയമുള്ളവർ പറഞ്ഞു. അല്ല എന്ന് തിരുവചനത്തെ പരിചയമില്ലാത്തവരും പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. നിർഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചതായി അന്ന് അറിഞ്ഞില്ല. മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. അറിഞ്ഞത് 2015 സെപ്റ്റംബർ മാസം 25 ആയിരുന്നു അവസാനത്തെ ബ്ലഡ് മൂൺ. അത് ഏറ്റവും അധികമായി വരുന്നത് അമേരിക്കയുടെ മുകളിലാണെന്ന് പറഞ്ഞു. അതെ, അമേരിക്കയുടെ മുകളിൽ ആ ബ്ലഡ് മൂൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലഡ് മൂണിൻ്റെ താഴെയായി ന്യൂയോർക്ക് സിറ്റിയിലുള്ള UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതാണ് 2 ആംഗിളിൽ ഞങ്ങൾ എടുത്തു കാണിച്ചിരിക്കുന്നത്. UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നു കൊണ്ട് UNO അജണ്ട 2030 പാസ്സാക്കി. 17 സസ്റ്റൈനബിൾ പോളിസീസ് അവർ കൊണ്ടുവരികയും അതിലൊന്നാണ്, അല്ലെങ്കിൽ ഇത് നടക്കണമെങ്കിൽ വൺ വേൾഡ് ഗവൺമെൻറ് നിർബന്ധമായി. എതിർ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് തിരുവചനം വർഷങ്ങൾക്ക് മുന്നമേ പറഞ്ഞത് 2015 അക്ഷരീക രൂപരേഖയിലേക്ക് വരികയും ഇന്ന് എക്സ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അതിനെക്കുറിച്ചൊരു ആഹ്വാനം കൊടുക്കുകയും ജനഹൃദയങ്ങളിൽ ശക്തിയേറിയ തോന്നൽ ഉണ്ടാകുകയും ചെയ്യുന്നു. വൺ വേൾഡ് ഗവൺമെൻറ്, വൺ വേൾഡ് റിലിജിയൻ, വൺ വേൾഡ് കറൻസി, ഇതെല്ലാം നടന്നെങ്കിലേ മതിയാകുള്ളൂ. യേശുവിൻ്റെ വരവിനോട് നാം അടുത്ത് നിൽക്കുകയാണ്. സഭ തയ്യാറാകാം. ചേർച്ച് ഗെറ്റ് റെഡി, വി ഹാവ് ടു ഗോ നൗ. നമുക്ക് പോയേ പറ്റി. ഇന്നത്തെ സമയവും തീർന്നു. എനിക്ക് ഇന്നത്തെ സമയവും നിർത്താറായി. നമ്മുടെ ഈ ഭൂമിയിലെ വാസവും തീരാറായി. ഇവിടെ നിന്ന് മാറുവാൻ നമ്മെ തന്നെ നമുക്കൊന്ന് ഒരുക്കാം. കർത്താവായ യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിൽ സംഭവിക്കും. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്ത് സംഭവിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 17 വായിക്കുന്നില്ല, 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെ സഭയുടെ റാപ്ചറിനെ വിളിക്കുന്നവരുണ്ട്. ഞാൻ പ്രീ ട്രിബുലേഷൻ ഇന്നും പറയുന്നു. ഞാനതിനെ തർക്കിക്കുന്നില്ല, വാദിക്കുന്നില്ല. 2 ആശയങ്ങളും പറയാൻ തിരുവചനത്തിൽ വാക്യമുണ്ട്. പ്രീ ട്രിബുലേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ശല്യമില്ലാതെ എനിക്ക് പോകാം. പോസ്റ്റ് ട്രിബുലേഷനാണ് നടക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ ശക്തീകരിക്കട്ടെ, ഞാൻ രണ്ടിനും തയ്യാറാണ്. ദൈവം എന്ത് തരുന്നു, സഭ അതിന് തയ്യാറായേ മതിയാകത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാറ്റുവാൻ നമുക്ക് ഒക്കുന്നതല്ല, രണ്ടിനും റെഡിയാകാം. പക്ഷേ തിരുവചനത്തിൽ പല തെളിവുകൾ ഉള്ളതിനാൽ ഞാൻ പ്രീ ട്രിബുലേഷനിൽ ഇന്നും വിശ്വസിക്കുന്നു. നാളെ ഇത് തിരുത്താൻ കർത്താവ് പറഞ്ഞാൽ ഞാൻ തിരുത്തും. ഭൂമിയിൽ ആര് പറഞ്ഞാലും അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുമെങ്കിലും തിരുത്തത്തില്ല. കാര്യം തെളിവുകൾ ഇവിടെ ഉണ്ട്. ഒന്ന്, നോഹയുടെ കാലത്തെ പോലെ ആയിരിക്കും. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ന്യായവിധിയുടെ വെള്ളങ്ങൾ തുടങ്ങുന്നതിന് മുന്നമേ, മഴ പെയ്യുന്നതിന് മുന്നമേ ദൈവം നോഹയോട് പറഞ്ഞു, രക്ഷയുടെ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞു. അദ്ദേഹം രക്ഷയുടെ പെട്ടകത്തിൽ കയറി. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. വാതിലടച്ച് 7 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മഴ തുടങ്ങിയത്. യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ കാലത്ത് സംഭവിക്കും. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ശേഷം മാത്രമേ ഈ ന്യായവിധി വരികയുള്ളൂ എന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ന്യായം. 2, ലോത്തിൻ്റെ കാലത്തെ പോലെ ഇരിക്കും.
ലോത്തിന്റെ കാലത്ത് എന്തായിരുന്നു? സോദോം ഗൊമോറയുടെ മേൽ ന്യായവിധി വീഴാൻ പോകുകയാണെന്ന് ദൈവത്തിനറിയാം. അതിനുവേണ്ടി ദൂതന്മാർ ഇറങ്ങി വന്നേച്ചു പറഞ്ഞു, ലോത്തെ, നീ ഈ പട്ടണത്തിൽ ഉള്ളിടത്തോളം ഇതിനോട് ദോഷം ചെയ്യാൻ ഞങ്ങൾക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് വാ. കൈക്ക് പിടിച്ച് വലിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തെ, ലോത്തിനെയും കുടുംബത്തെയും പട്ടണത്തിൻ്റെ പുറത്താക്കി. ലോത്തും കുടുംബവും പട്ടണത്തിൻ്റെ വെളിയിലായ ശേഷം യഹോവയുടെ ദൂതന്മാർ അവിടെ തീ അയച്ചു. അങ്ങനെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ എന്ന് യേശു പറഞ്ഞെങ്കിൽ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ശേഷം മാത്രമേ ഇവിടെ ന്യായവിധി നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപാഗ്നി ഇവിടെ ചൊരിയുകയുള്ളൂ, മഹോദ്രവം തുടങ്ങുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ഐ റിപ്പീറ്റ്, ഞാൻ കരുതുന്നു. സഭ ഇവിടെ നിന്ന് പോകുവാൻ തയ്യാറാകാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കാലം അതിൻ്റെ യഥാർത്ഥ സമയത്തായപ്പോൾ സഭയെ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ തക്ക സമയത്ത് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അന്യോന്യം കണ്ട് സഹകരിക്കുവാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ മീഡിയകൾ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. യേശുവേ, ആർക്കും ഇത് ദോഷമായി ഭവിക്കാതെ ഇതൊരനുഗ്രഹമായി ഭവിക്കേണ്ടതിന്, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.